الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഇഷ്ടം മദീന എന്നിഷ്കും മദീന കൽവിൽ മദീന ഒന്ന് കാണാൻ മദീന ഇഷ്ടം മദീന എന്നിഷ്കും മദീന കൽവിൽ മദീന ഒന്ന് കാണാൻ മദീന മോഹം മദീന മെഹബൂബിൽ മദീന അനുരാഗം മദീന കനിവേകും മദീന മോഹം മദീന മെഹബൂബിൽ മദീന അനുരാഗം മദീന കനിവേകും മദീന ഇഷ്ടം മദീന എന്നിഷ്കും മദീന കൽവിൽ മദീന ഒന്ന് കാണാൻ മദീന തിരുനൂറെ കാണാത്ത കണ്ണെന്തിനാ ആ സ്വരം കേൾക്കാത്ത കാതെന്തിനാ തിരുനൂറെ കാണാത്ത കണ്ണെന്തിനാ ആ സ്വരം കേൾക്കാത്ത കാതെന്തിനാ തിരുപാദമേറ്റ മൺതരിയാവാം കഴിയാത്ത ഇവനെന്ത് ഹതഭാഗ്യനാ കഴിയാത്ത ഇവനെന്ത് ഹതഭാഗ്യനാ കാണാൻ കൊതിയേറെ അശയേറുന്നുണ്ടേറെ കാണാൻ കൊതിയേറെ അശയേറുന്നുണ്ടേറെ ഇഷ്ടം മദീന എന്നിഷ്കും മദീന കൽവിൽ മദീന ഒന്ന് കാണാൻ മദീന ഇഷ്ടം മദീന എന്നിഷ്കും മദീന കൽവിൽ മദീന ഒന്ന് കാണാൻ മദീന മോഹം മദീന മെഹബൂബിൽ മദീന അനുരാഗം മദീന കനിവേകും മദീന മോഹം മദീന മെഹബൂബിൽ മദീന അനുരാഗം മദീന കനിവേകും മദീന ഇഷ്ടം മദീന എന്നിഷ്കും മദീന കൽവിൽ മദീന ഒന്ന് കാണാൻ മദീന ഏറ്റവും ബഹുമാനപ്പെട്ട വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിത മഹത്തുക്കളെ ഉലമാക്കളെ ഉമറാക്കളെ
എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പോലെ അല്ലാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, ദർസ് വാർഷികത്തിനോട് അനുബന്ധിച്ച് നടക്കുന്ന മതപ്രഭാഷണത്തിൻ്റെ ദിവസമായ ഇന്ന് നിങ്ങളുമായി ഈ പ്രദേശത്തെ മറ്റു പ്രദേശത്തെ ആളുകളുമായി ഈ സമയം സംവദിക്കാൻ ലഭിച്ച് അനുഗ്രഹം നൽകിയ അല്ലാഹു സുബ്ഹാനഹു തആല, ആ സൗഭാഗ്യം നൽകിയ അല്ലാഹു സുബ്ഹാനഹു തആല റബ്ബിനോട് ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. വലിയൊരു ആമുഖ പ്രഭാഷണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമുക്കറിയാം, സമയം ഒരുപാടായി. നമുക്കറിയാം, ഞാനും നിങ്ങളും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന 21-ാം നൂറ്റാണ്ടിലെ അവസ്ഥ, ഇന്നത്തെ മുസ്ലിം സമൂഹത്തിലെ മുഅ്മിനീങ്ങളുടെ അവസ്ഥ, ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ വളരെയധികം പരിതാപകരം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ, ജനിച്ചു വീണത് മുസ്ലിം സമൂഹത്തിലാണെങ്കിലും ആ മുസ്ലിം സമൂഹത്തിനെ പറയിപ്പിക്കുന്ന രീതിയിൽ തന്റെ ജീവിതത്തിൽ നന്മ ചെയ്യാതെ തിന്മയിലേക്ക് അടിമപ്പെട്ടുകൊണ്ട് 21-ാം നൂറ്റാണ്ടിൽ മറ്റുള്ള കാര്യങ്ങൾക്ക്, വ്യഭിചാരത്തിനും പീഡനത്തിനും അതുപോലെ മദ്യത്തിനും ലഹരിക്കും അടിമപ്പെട്ടു പോകുന്ന ഒരു മുസ്ലിം ഉമ്മത്തിലെ ചെറുപ്പക്കാരെയാണ് നാം ഇന്ന് കണ്ടുവരുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ആദ്യമായിട്ട് ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു. വഴിക്കവഴിയായി ഞാനും നിങ്ങളും ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ നിലനിന്നു പോകുന്നു. എന്നാൽ ഇന്നത്തെ മനുഷ്യരുടെ ഹൃദയത്തിൽ നിസ്കാരമോ ദിക്റോ അല്ലെങ്കിൽ സ്വലാത്തോ കടന്നു വരാതെ അവർ നന്മയെ തട്ടി മാറ്റിക്കൊണ്ട്, നന്മയെ വലിച്ചെറിഞ്ഞുകൊണ്ട് തിന്മയെന്ന പാതയിലേക്ക് കടന്നു നീങ്ങുന്ന ഒരു വസ്തുതയാണ് നമ്മൾ കണ്ടുവരുന്നത്. അതിൽ നിന്നും ഒരു മാറ്റം നമുക്ക് വേണം മുഅ്മിനീങ്ങളെ. നന്മയാണ് നമ്മൾ ഒരുപാട് ചെയ്യേണ്ടത്. ജീവിതത്തിൽ ഇനിയും നമുക്ക് വേണ്ടത് നന്മയാണ്. തിന്മയിലേക്ക് നാം അടുക്കാൻ പാടില്ല. ദുനിയാവ് നന്മയിലൂടെ നമ്മളുടെ ജീവിതത്തെ നാം മുന്നോട്ട് കൊണ്ടുപോകണം. തിന്മ എന്ന പാതയിലേക്ക് നാം പെട്ടുപോകരുത്, ശൈത്താന വലയിൽ പെട്ടുപോകരുത്. അല്ലാഹു സുബ്ഹാനഹു തആല കാക്കുമാറാകട്ടെ. ഒരുപാട് നന്മകൾ നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. എന്നാലേ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് കാരുണ്യം അല്ലാഹു സുബ്ഹാനഹു തആല ഇനിയും എമ്പാടും നമ്മളുടെ ജീവിതത്തിൽ അല്ലാഹു നൽകുകയുള്ളൂ. അതല്ലാതെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് വേവലാതികളും നൊമ്പരങ്ങളും സങ്കടങ്ങളും ഒരുപാടുണ്ടെങ്കിലും റബ്ബിനെ കുറിച്ച് ഓർക്കാതെ, സുട്ടാവിനെ കുറിച്ച് ഓർക്കാതെ ജീവിതം നൽകിയ അല്ലാഹ്, ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയ അല്ലാഹുവിനെ മറന്നുകൊണ്ട് പോകുന്ന ഒരു ജനതയാണ് നമ്മൾ കണ്ടുവരുന്നത്. അതിൽ നിന്നും നമുക്ക് മാറ്റം വേണം. അതിൽ നിന്നും ഒരു മാറ്റം നമ്മളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കേണ്ടതുണ്ട്. കഴിഞ്ഞുപോയ നാളുകൾ, കഴിഞ്ഞുപോയ മണിക്കൂറുകൾ, കഴിഞ്ഞുപോയ മിനിറ്റുകൾ നമ്മൾ തിന്മയിലായിരിക്കാം. ചിലപ്പോൾ നമ്മൾ നന്മ ചെയ്തിരിക്കാം. എന്നാൽ ആ തിന്മയെല്ലാം നാം വലിച്ചെറിഞ്ഞുകൊണ്ട് നന്മയുടെ പാത നാം മുന്നിൽ കണ്ടുകൊണ്ട് ഇനിയുള്ള ജീവിതം, ഇനിയുള്ള സമയം രാജാതിരാജനായ തമ്പുരാൻ, മലിക്കുൽ ജബ്ബാറായ തമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു തആലയെ ഓർത്തുകൊണ്ടുള്ള ജീവിതമാക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പക്ഷെ നമ്മൾ കണ്ടുവരുന്നത്, ഇന്ന് പലരുടെ ജീവിതം സമ്പത്തിലേക്ക് അടിമപ്പെട്ടുകൊണ്ട് ദുനിയാവിലെ ആഘോഷങ്ങൾക്കും ദുനിയാവിലെ ആനന്ദത്തിനും വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന ഒരു വസ്തുതയാണ്. നാം ജീവിക്കുന്ന ദുനിയാവിന് വേണ്ടിയിട്ട് ഒരുപാട് സുഖസൗകര്യങ്ങൾ നമുക്ക് വേണം. ഒരുപാട് ആഘോഷങ്ങളും ആനന്ദത്തോടെ നമുക്ക് ജീവിക്കണം. ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹവും വേണം. രോഗം വരാൻ പാടില്ല, വേവലാതി വരാൻ പാടില്ല. ജീവിതത്തിൽ ഒരുപാട് തെറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ജീവിതത്തിൽ നമ്മളുടെ ശരീരത്തിൽ ഒരു രോഗം അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയാൽ, ആ മാരകമായ രോഗം നമുക്ക് നൽകിയാൽ ഡോക്ടർ വിധി എഴുതുന്നു, നിനക്കിന് രക്ഷയില്ല, നിനക്കിന് രക്ഷയില്ല. കൂട്ടുകാരാ, നിനക്ക് രക്ഷയില്ല. നീ ഇനി ഏത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ചെന്നാലും, ഇനി ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും നിനക്ക് രക്ഷയില്ല. ഈ അസുഖത്തിന് മരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർമാര് വിധിയെഴുതുമ്പോൾ നാം നേരെ ചെല്ലുന്നത് പള്ളിയുടെ വരാന്തയിലേക്കാണ്. പള്ളിയുടെ വരാന്തയിൽ ചെന്നുകൊണ്ട്
ഇന്ന് വരെ അവന് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് നാട്ടിലെ പള്ളിയിലേക്ക് അവൻ ചെന്നിട്ടില്ല, നമസ്കരിക്കാൻ അവൻ ചെന്നിട്ടില്ല. പക്ഷേ ജീവിതത്തിൽ ഒരു വേവലാതി നൊമ്പരം വന്നപ്പോൾ, ഒരു രോഗം വന്നപ്പോൾ അവൻ പള്ളിയിലേക്ക് കയറി ചെല്ലുകയാണ്, റബ്ബിലേക്ക് മടങ്ങുകയാണ്, സുട്ടാവിനോട് പറഞ്ഞുകൊണ്ട് കരയുകയാണ്, തബ്ബറത്തോടെ വേവലാതിയോടെ വളരെ സങ്കടപ്പെട്ടുകൊണ്ട്, അല്ലാഹുവേ എനിക്ക് നീ രോഗം നൽകി, നീയാണ് രോഗം നൽകിയത്, അല്ലാഹുവേ നീ ശിഫയാക്കണേ എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നൊരു അവസ്ഥ. ഇതിനു മുമ്പ് അവൻ രാജാതിരാജനായ റബ്ബിനെ സ്തുതിച്ചിട്ടില്ല, നിസ്കരിച്ചിട്ടില്ല, സ്വലാത്ത് ചൊല്ലിയിട്ടില്ല, ദിക്ർ അവന്റെ ജീവിതത്തിൽ ഇന്നേ വരെയില്ല. പക്ഷേ ജീവിതത്തിൽ ഒരു രോഗം വന്നപ്പോൾ, ഒരു മാരകമായ രോഗം വന്നപ്പോൾ, ആ രോഗം മാറാൻ വേണ്ടിയിട്ട് റബ്ബിന്റെ മുന്നിൽ ചെന്നുകൊണ്ട് സ്തുതിക്കുന്ന മനുഷ്യ, നീ നിന്റെ ജീവിതത്തിൽ നീ ഒരുപാട് തിന്മ ചെയ്യുന്നുണ്ട്, അതിനല്ലാതെ ഒരുപാട് പരീക്ഷണങ്ങൾ നൽകുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. എന്നാൽ അതെല്ലാം മാറിക്കിട്ടാൻ, ജീവിതത്തിൽ മനസ്സിനൊരു സന്തോഷം, മനസ്സിനൊരു ആനന്ദമുണ്ടാകാൻ റബ്ബിലേക്ക് മടങ്ങിയാലേ നമുക്ക് രക്ഷയുള്ളൂ, അല്ലാഹുവിലേക്ക് മടങ്ങിയാലേ നമുക്ക് രക്ഷയുള്ളൂ. എന്റെ ഉമ്മ ഒരുപാട് മതപ്രഭാഷണ വേദിയിലേക്ക് ഞാൻ ചെല്ലാറുണ്ട്. എന്നാൽ എന്റെ ഉമ്മ വേദികളിലേക്ക് ചെല്ലുമ്പോൾ എന്റെ ഉമ്മമാര് പറയാറുണ്ട്, മകനെ ഉസ്താദേ നിങ്ങൾ ദുആയിരക്കണോ, ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളാ, ജീവിതത്തിൽ ഒരുപാട് വേവലാതികളാ, ജീവിതത്തിൽ ഒരുപാട് നൊമ്പരങ്ങളാ, ഉസ്താദേ നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് ഒരുപാട് ഉമ്മമാര് കരഞ്ഞുകൊണ്ട് തന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് ഒലിപ്പിച്ചിട്ട് ഒരുപാട് പേര്, ഒരുപാട് ഉപ്പമാര്, ഒരുപാട് സഹോദരന്മാര് പറയാറുണ്ട്. അതുകൊണ്ട് എന്റെ ഉപ്പ, എന്റെ ഉമ്മ ജീവിതത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചിട്ട് ഒരു ചിന്ത വന്നാൽ, റബ്ബിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത വന്നാൽ, പിന്നെ ജീവിതത്തിൽ നമുക്ക് നൊമ്പരങ്ങൾ വേണ്ട, ജീവിതത്തിൽ നമുക്ക് വേവലാതികൾ വേണ്ട, ജീവിതത്തിൽ ഇനി സങ്കടങ്ങൾ വേണ്ട. രോഗം അല്ലാഹു നൽകൂല, അല്ലാഹു സുബ്ഹാനഹു വ തആല മാരകമായ രോഗം നൽകിയിട്ട് നിന്നെ പരീക്ഷിക്കില്ല. പക്ഷേ രാജാതിരാജന്റെ മുന്നിൽ നീ കുമ്പിടണം, രാജാതിരാജന്റെ മുന്നിൽ നിന്നുകൊണ്ട് നീ സുജൂദ് ചെയ്യണം. അതല്ലാതെ കാഫിരീങ്ങളുടെ മുമ്പിൽ ചെന്നുകൊണ്ട് സുജൂദ് ചെയ്യാനോ അവരുടെ ജീവിതത്തിലെ റോൾ മോഡലാക്കാനോ നമ്മളുടെ ജീവിതത്തെ അവർക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാനോ നാം ചിന്തിക്കുമ്പോഴോ, നാം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴോ സുട്ടാവിനെ മറക്കല്ല മനുഷ്യ. ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയ, ജീവിതത്തിൽ ഒരുപാട് കാരുണ്യങ്ങൾ നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മറന്നുകൊണ്ട് നാം ജീവിക്കാൻ പാടില്ല, റബ്ബിനെ മറന്നുകൊണ്ട് നാം ജീവിക്കാൻ പാടില്ല. അല്ലാഹു നന്മ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നാം ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സുട്ടാവിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത നമുക്ക് വേണം. ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയ അല്ലാഹ് ഇനി നൽകാനില്ല, ഒരുപാട് അല്ലാഹ് നൽകിയിട്ടുണ്ട്. പ്രപഞ്ചത്തിലെ വിസ്മയങ്ങൾ നൽകിയതാരാ? അത് അല്ലാഹുവാണ്. ഹരിതത്തോട് ഹരിതാപമായി നിൽക്കുന്ന, പച്ചയോടെ നിൽക്കുന്ന ഒരുപാട് മരങ്ങൾ, ഒരുപാട് വൃക്ഷങ്ങള്, ഒരുപാട് ചിനികള് നമുക്ക് കാണുമ്പോൾ എന്തോ ആനന്ദമാ, എന്തോ ഒരു സന്തോഷമാ. അത് നൽകിയതാരാ? രാജാതിരാജനായ തമ്പുരാൻ. ഈ ഭൂമിയെ സൃഷ്ടിച്ച, ഗ്രഹങ്ങളെ സൃഷ്ടിച്ച, ഉപഗ്രഹങ്ങളെ സൃഷ്ടിച്ച, താരാപഥങ്ങളെ സൃഷ്ടിച്ച, നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച രാജാതിരാജനായ അല്ലാഹുവിനെ ജീവിതത്തിൽ മറക്കല്ല മനുഷ്യ, മറന്നുകൊണ്ട് നീ ജീവിക്കല്ല മനുഷ്യ, നീ ജീവിക്കല്ല മനുഷ്യ. അല്ലാഹു പൊറുക്കില്ല, അല്ലാഹു പൊറുക്കില്ല കേട്ടോ. അതുകൊണ്ട് ജീവിതത്തിൽ അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ളൊരു ചിന്ത, സിട്ടാവിനെ കുറിച്ചിട്ടുള്ളൊരു ചിന്ത നമുക്ക് വന്നാൽ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളില്ല, ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളില്ല, ജീവിതത്തിൽ ഒരുപാട് നൊമ്പരങ്ങളില്ല. പക്ഷേ അതെല്ലാം മാറാൻ വേണ്ടിയിട്ട് നീയൊന്ന് 5 നേരം 5 വഖത്ത് നീയൊന്ന് റബ്ബിന്റെ മുന്നിലൊന്ന് സ്തുതിച്ചാൽ മതിയടാ. നിന്റെ ജീവിതത്തില് നിന്റെ
മനസ്സിന് വല്ലാത്ത സന്തോഷമാണ്, നിന്റെ മനസ്സിന് വല്ലാത്ത ആനന്ദമാണ്. ഒരുപാട് പരീക്ഷണങ്ങൾ കൊടുത്തില്ലേ, ഒരുപാട് നബിമാര് കടന്നു വന്നില്ലേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടന്നു വന്ന നൂഹ് നബി അലൈഹിസ്സലാമിനെ പരീക്ഷിക്കില്ലേ അല്ലാഹു സുബ്ഹാനഹു തആല? നൂഹ് നബിയുടെ സമുദായത്തെ പരീക്ഷിച്ചില്ലേ? മൂസാ നബിയുടെ സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു തആല പരീക്ഷിക്കില്ലേ? അതുപോലെ ഒരുപാട് നബിമാരുടെ സമുദായത്തെ പരീക്ഷിച്ചില്ലേ? പക്ഷേ മദീനയുടെ മണവാളനായ, മദീനയുടെ രാജകുമാരനായ അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിന് മുൻകഴിഞ്ഞ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മറ്റുള്ള സമുദായത്തെ പരീക്ഷിച്ചതുപോലെ പരീക്ഷിച്ചില്ല, അല്ലാഹു പരീക്ഷിച്ചില്ല. അത് മുഹമ്മദ് നബിയുടെ സമുദായമാ, അത് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായമാണ്. ഈ ഉമ്മത്തിനെ രാജാതിരാജനായ തമ്പുരാൻ പരീക്ഷിച്ചില്ല. ഒരുപാട് തിന്മകൾ നമ്മൾ പേറിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, ഒരുപാട് തിന്മകൾ നമ്മളുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ട് നാം മുന്നോട്ട് പോകുന്നു. അറിയണോ ചെറുപ്പക്കാരാ, അറിയണോ ചെറുപ്പക്കാരാ, എന്നാലും അല്ലാഹു പരീക്ഷിക്കാതെ നിന്നെ ബാക്കി വെക്കുകയില്ല. അല്ലാഹു നിന്നെ പരീക്ഷിക്കാതെ ബാക്കി വെക്കുകയില്ല. മനുഷ്യ, നീ അതുകൊണ്ട് ദുനിയാവിൽ സുഖിക്കണ്ട, നീ സുഖത്തോടെ ജീവിക്കണ്ട, ആനന്ദത്തോടെ നീ ജീവിക്കണ്ട മനുഷ്യ. 2005 ചെന്നൈയിലെ മറീന ബീച്ചിൽ നടന്നിരുന്ന സംഭവം ഉണ്ടായിരുന്നു. വലിയ സുനാമി, വല്ലാതെ ദുരന്തമുണ്ടായിരുന്നില്ലേ? ഒരുപാട് ജനങ്ങൾ, ഒരുപാട് സമൂഹം അവിടുന്ന് നശിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് പിഞ്ചോമന കുട്ടികൾ അവിടുന്ന് മരിക്കുകയും ചെയ്തില്ലേ? ഒരുപാട് ആളുകൾ മരണപ്പെട്ടില്ലേ? ചെന്നൈയിൽ ഉണ്ടായിരുന്ന ഒരുപാട് കെട്ടിടങ്ങളും ഒരുപാട് വലിയ ഫ്ലാറ്റുകളും എല്ലാം തകർന്നു പോയില്ലേ? എന്തേ മറീന ബീച്ചിൽ ചെയ്തുകൊണ്ടിരുന്നത്? ലോകത്ത് ചെയ്യാത്ത ഏറ്റവും വലിയ വൃത്തികേടല്ലേ കാണിച്ചു കൂട്ടിയത്? വിചാരത്തിലേക്ക് അടിമപ്പെട്ടുകൊണ്ട്, പീഡനത്തിലേക്ക് അടിമപ്പെട്ടുകൊണ്ട്, ജീവിതത്തിലെ കാമപൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് അന്യ പെണ്ണിനെ കിടപ്പറയിൽ കടത്തിക്കൊണ്ട് അന്യ പെണ്ണിനെ വശീകരിക്കുമ്പോൾ, അന്യ പെണ്ണിനെ നമ്മൾ പീഡിപ്പിക്കുമ്പോൾ, അന്യ ചെറുപ്പക്കാരെ നമ്മൾ പീഡിപ്പിക്കുമ്പോൾ മറീന ബീച്ചില് എല്ലാവരും കാണിക്കേ, എല്ലാവരും കാണേ, അവിടുന്ന് ലൈവായിട്ട് കാണിച്ചു കൊടുക്കുമ്പോ എന്റെ മനുഷ്യ, ഒരുപാട് ആളുകള് ആ വിസ്മയമായ ആ കാഴ്ച കാണാൻ വേണ്ടിയിട്ട്, ആ വൃത്തികെട്ട കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ചെല്ലുകയാണ് കേരളക്കരയിലെ മുസ്ലിം ഉമ്മത്തിന്റെ മക്കള്, മുസ്ലിം ഉമ്മത്തിന്റെ യുവതികളും യുവാക്കളും എല്ലാം ചെല്ലുന്നു അതൊന്ന് കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടല്ലേ അല്ലാഹു നിനക്ക് ദുരന്തം നൽകിയത്, അല്ലാഹു നിന്നെ അതുകൊണ്ടല്ലേ പരീക്ഷിച്ചത്. എത്രയോ കാലം അല്ലാഹു നിനക്ക് ഒരുപാട് അവസരങ്ങൾ നൽകിയേ, പക്ഷേ ആ അവസരങ്ങൾ നൽകിയിട്ട് നീ രാജാതിരാജന്റെ മുന്നിൽ നീ സമർപ്പിച്ചില്ല, നിന്റെ ജീവിതത്തെ എവിടുന്ന് സമർപ്പിച്ചില്ല, നിന്റെ മനസ്സിനെ എവിടുന്ന്. രാജാതിരാജനായ തമ്പുരാനോട് ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്തു പോയ തെറ്റുകള്, ഒരുപാട് പാപങ്ങളെല്ലാം ചെയ്തു പോയിട്ടുണ്ടല്ലോ. ആ പാപങ്ങളെല്ലാം പേറിക്കൊണ്ട്, ആ തിന്മകളെല്ലാം പേറിക്കൊണ്ട് രാജാതിരാജനായ തമ്പുരാന്റെ മുമ്പിലൊന്ന് കുമ്പിട്ടുകൊണ്ട് സുജൂദ് ചെയ്തുകൊണ്ട് റബ്ബിനോടൊന്ന് കരഞ്ഞുകൊണ്ട് പറയാൻ മുസ്ലിം ഉമ്മത്തിന്റെ മക്കൾക്ക് ആയില്ല, ഈ മുസ്ലിം ഉമ്മത്തിന് ആയില്ല. അല്ലാഹു നന്മയുള്ള മനസ്സാക്കട്ടെ, ഉറക്കാമീൻ പറയണേ. അല്ലാഹു നന്മയുള്ള മനസ്സാക്കട്ടെ. ഒരുപാട് ജീവിതം ഒരുപാട് ആളുകൾ സമ്പത്തിലേക്കും അതുപോലെ ദുനിയാവിലെ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് അടിമപ്പെട്ടുകൊണ്ട് പോകുമ്പോഴോ അവർ ആഗ്രഹിക്കുന്നത് ഒരുപാട് കോടികൾ ഉണ്ടാക്കാനാ, ഒരുപാട് ബിസിനസ് നടത്താനും ഒരുപാട് പണം അവിടുന്ന് പലിശക്ക് കൊടുക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് മനുഷ്യ, നീ ദുനിയാവിൽ എത്ര കാലം നീ
സ്തുതിക്കുമതാ. നീ ഇന്നലെ വലിയ വലിയ കെട്ടിടങ്ങളും ഫ്ലാറ്റുകളും അതുപോലെ തന്നെ വില്ലകളും കൊട്ടാരങ്ങളും നീ പണിതോ. അതിന് നിനക്ക് ഒരുപാട് തോഴിമാരുണ്ടായിരുന്നു, ഒരുപാട് ഭടന്മാരുണ്ടായിരുന്നു. നിനക്ക് വേണ്ടിയിട്ട് നീ പറയുന്നത് കേൾക്കാൻ ഒരുപാട് നീ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിനക്ക് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ മനുഷ്യ, ഇന്നലെ നീ ദുനിയാവില് നിന്റെ ദേശത്ത് നിന്റെ പ്രദേശത്ത് നീ ഒരുപാട് വിമ്പളക്കിക്കൊണ്ട് ഹുങ്കോള നീ കാറോടിച്ചുകൊണ്ട് വലിയ വലിയ വാഹനങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ട് നീ സഞ്ചരിച്ചവനാണ്. ഇന്നലെ നീ കിടക്കുമ്പോഴോ നീ എവിടുന്ന് പട്ടുമത്തയിൽ കിടന്നവനാണ്, നീ എവിടുന്ന് സുഖിച്ചവനാണ്. എന്നാൽ മനുഷ്യ, നിനക്ക് നാളേറെയില്ല. നീ വിചാരിക്കോ ഇനി ഒരുപാട് ദിവസങ്ങളില്ലേ, ഒരുപാട് സമയങ്ങളില്ലേ. ആ സമയങ്ങളില് ഈ തെറ്റുകൾക്കെല്ലാം മാപ്പ് പറഞ്ഞുകൊണ്ട്, ഈ തെറ്റുകളെല്ലാം പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ കെഞ്ചിയാൽ, അല്ലാഹുവിന്റെ മുന്നിലൊന്ന് തലകുനിച്ചാൽ അല്ലാഹു പൊറുത്തു തരുമെന്ന് വിചാരിക്കണ്ട. ഇനി നാളേറെയില്ല മനുഷ്യ. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ നന്മയുള്ളവരാക്കിക്കോ, നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ നന്മയുള്ളവരാക്കിക്കൊള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്തെന്ന് വെച്ചാൽ നാം നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ നമ്മൾ ചെയ്തുകൊണ്ട് ജീവിതത്തിലെ സമയങ്ങൾ ഒരുപാട് മിനിറ്റുകൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു നന്മ ചെയ്യാൻ നാം തയ്യാറാകുന്നില്ല. നമുക്ക് നാളേറെയില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഈ ഉമ്മത്തിനോട് ഉമ്മത്തി എന്റെ ഉമ്മത്തിന്റെ കാലയളവ് അത് 60-ന്റെയും 70-ന്റെയും ഇടയിലാണെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മോട് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്. അതുകൊണ്ട് ഇനി നാളേറെയില്ല. എപ്പോഴാ മരണം സംഭവിക്കുക, എപ്പോഴാ ദുനിയാവിനോട് വിട പറഞ്ഞുകൊണ്ട് നാം എപ്പോഴാ പോവുക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരുപാട് ആളുകളുണ്ടല്ലോ ഇന്ന് രാത്രി ഉറങ്ങിയിട്ട് നാളെ എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല, ഇന്ന് രാത്രി ഒന്ന് കിടന്നിട്ട് നാളെ എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. കിടപ്പറയിൽ അവൻ കിടന്നപ്പോഴേ അവൻ മരണപ്പെട്ടു. പിന്നെ അവന്റെ ജീവിതമുണ്ടോ? എപ്പോഴാ മരിക്കുക, എപ്പോഴാ ജീവിതത്തിനൊരു അവസാനമുണ്ടാവുക, അത് നമുക്കറിയില്ല, ഒരാൾക്കും അറിയില്ല. അത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജീവിതം നൽകിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞവരാണ്. ഒരുപാട് ആളുകളും വിട പറഞ്ഞവരാണ്. അതുകൊണ്ട് അല്ലാഹുവിന് മാത്രമേ എപ്പോഴാ നമ്മളുടെ റൂഹ് പിടിക്കുക, എപ്പോഴാ നാം വിട പറയുക എന്ന് അല്ലാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ, അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് മനുഷ്യ, നീ മരണത്തെ മറക്കല്ല മനുഷ്യ, മരണത്തെ മറന്നുകൊണ്ട് ജീവിക്കല്ല മനുഷ്യ. നീ എപ്പോഴും ദുനിയാവിനോട് വിട പറയേണ്ടവരാ. അതുകൊണ്ട് ജീവിതത്തിൽ നാം ഒരുപാട് നന്മ ചെയ്യണേ, നിസ്കരിക്കണേ, സ്വലാത്ത് ചൊല്ലണേ. ദിക്റുകൾ കൊണ്ട് നമ്മളുടെ മനസ്സ് നാം നന്മയുള്ളവരാക്കണേ. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇസ്രായേൽ എപ്പോഴും നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം, വന്നുകൊണ്ട് നിന്റെ റൂഹ് പിടിക്കാം. നിന്റെ റൂഹ് പിടിച്ചാലോ നിനക്ക് പിന്നെ ജീവിതമില്ല, ഇനി നന്മ ചെയ്യാൻ അവസരമില്ല. അവസാനമായിട്ട് മലക്കുൽ മൗത്ത് അസ്രായീലോട് ചോദിക്കുമത്രേ, അസ്രായീലേ, എനിക്കൊരു മിനിറ്റ് നീ നൽകിയാൽ ഞാൻ രാജാതിരാജനായ തമ്പുരാന്റെ മുന്നിൽ ഞാൻ അവിടുന്ന് സുജൂദ് ചെയ്തുകൊണ്ട് അവന് വേണ്ടിയിട്ട് ഞാൻ ജീവിക്കാം എന്ന് അസ്രായീലോട് തന്റെ അവസാന നിമിഷത്തിൽ നാം പറയുമ്പോൾ, നാം കേഴുമ്പോൾ അവിടുന്ന് സമയമില്ല, ഒരു സെക്കൻഡ് പോലും അല്ലാഹു നൽകുകയില്ല. തന്റെ റൂഹിനെ പറിച്ചുകൊണ്ട് അസ്രായീൽ അലൈഹിസ്സലാം പോവുകയാണ്. ദുനിയാവിലെ ജീവിതം അവസാനിച്ചു.
ഇനി എവിടെ നന്മ ചെയ്യാൻ ഇനി സമയമില്ല. ഇനി സമയം നമുക്ക് കിട്ടുമോ? നാം ഇവിടുന്ന് വിട പറഞ്ഞ് നമ്മൾ പോവുകയാണ്. മറ്റൊരു ലോകത്തേക്ക്, ആഗ്രഹമെന്നുള്ളൊരു ലോകത്തേക്ക് നമ്മൾ പോവുകയാണ്. അല്ലാഹു നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, മനസ്സിലാക്കേണ്ടത് നാം എപ്പോഴാ മരിക്കുക? ഏത് നേരത്തും മരിക്കാം. ഒരുപാട് ആളുകൾ അപകടത്തിൽപ്പെട്ട് മരിക്കുന്നു. ഒരുപാട് ആളുകൾ വാഹനം കയറിക്കൊണ്ട് മരിക്കുന്നു. ഒരുപാട് ആളുകൾ മാരകമായ രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് മരിക്കുന്നു. ക്യാൻസർ പിടിപെടുന്നു, മഞ്ഞപ്പിത്തം പിടിപെടുന്നു, ട്യൂമർ പിടിപെടുന്നു. ഒരുപാട് അസുഖങ്ങൾ പിടിപെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ നമ്മളുടെ ദേശത്ത്, നമ്മളുടെ ഗ്രാമത്തിൽ എല്ലാവരും അവിടെ നിന്ന് വിട പറയുകയാണ്. എൻ്റെ മനുഷ്യ, നീ കണ്ടതല്ലേ? എൻ്റെ ഉമ്മ, നീ കണ്ടതല്ലേ? നിന്റെ സഹോദരൻ വിട്ടുപിരിഞ്ഞത്, നിന്റെ സഹോദരി വിട്ടുപിരിഞ്ഞത്, നിന്റെ ഉമ്മ വിട്ടുപിരിഞ്ഞത്, നിന്റെ ഉപ്പ വിട്ടുപിരിഞ്ഞത്, നിന്റെ ഭർത്താവ് വിട്ടുപിരിഞ്ഞത്, നിന്റെ ഭാര്യ വിട്ടുപിരിഞ്ഞത്, നിന്റെ സന്താനങ്ങൾ വിട്ടുപിരിഞ്ഞത് നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ? നീ നിന്റെ കണ്ടുകൊണ്ട് കണ്ടവരല്ലേ? പിന്നെ എന്തിനാ നാം ഹുങ്ക് നടിച്ചുകൊണ്ട് ജീവിക്കുന്നത്? നമുക്കും ചിന്ത വേണേ. നാമും ഈ ദുനിയാവിനോട് വിട പറഞ്ഞുകൊണ്ട് ഇനിയും ആഗ്രഹമെന്നുള്ളൊരു ലോകത്തേക്ക് നാമും പോകേണ്ടവരാണ്. ദുനിയാവിൽ നന്മ ചെയ്താൽ രക്ഷയാ, തിന്മ ചെയ്താൽ രക്ഷയില്ല. അല്ലാഹു നമ്മെ കാക്കട്ടെ, അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ മരണപ്പെടുമ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ചിന്ത കൊണ്ടുവന്നുകൊണ്ട് നന്മ നാം അധികരിപ്പിക്കുക, നന്മ നാം ജീവിതത്തിൽ കൊണ്ടുവരിക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവിടുന്ന് പിരിഞ്ഞുകൊണ്ട് മഹാനായിരുന്ന അസ്രായേൽ റൂഹിനെ കൊണ്ടുപോകുന്നു. നാം പിന്നെ മയ്യത്താണ്. നമ്മെ കൊണ്ടുപോകുന്ന പള്ളിക്കാട്ടിലേക്ക്, ആരുടെ മണ്ണിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് അവിടെ നമ്മെ കിടത്തിയിട്ടോ മനുഷ്യ, എൻ്റെ മനുഷ്യ, പള്ളിക്കാട്ടിൽ നാം ഒറ്റക്കാകുമ്പോൾ കൂട്ടിനാരുമില്ല, മാതാവില്ല, ഉമ്മയില്ല, അതുപോലെ തന്നെ വാപ്പയില്ല, ഉപ്പയില്ല, സന്താനങ്ങളില്ല, സഹോദരന്മാരില്ല, ആരാരുമില്ലാതെ നമ്മൾ കൂട്ടിനാരുമില്ലാതെ അവിടെ നിന്ന് കഴിയുമ്പോ മുൻകഴിഞ്ഞ ദിവസങ്ങളിൽ വിനോദസഞ്ചാരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് വിനോദ കേന്ദ്രങ്ങളിലേക്ക് ഏർപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ, ഒരുപാട് സഹോദരന്മാർ നമുക്ക് ടൂർ പോകാൻ നമുക്ക് അവസരം ഒരുക്കുകയും അവരോടൊപ്പം നമ്മൾ അടിച്ചു പൊളിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചവരാണ്. നാം മദ്യം കഴിച്ചവനാണ്, ലഹരി കഴിച്ചവനാണ്. എന്നാൽ എൻ്റെ മനുഷ്യ, തൻ്റെ കൂട്ടിന്, തനിക്ക് വേണ്ടിയിട്ടല്ല തമ്മാടിത്തരത്തിന് കൂട്ടുനിന്ന സഹോദരൻ ഇന്നില്ല, നിന്റെ കൂട്ടുകാരനില്ല. പള്ളിക്കാട്ടിൽ നീ ഒറ്റക്കാ. പള്ളിക്കാട്ടിൽ നാം ഏവരും ഒറ്റക്കാണ്, ആരാരും കൂട്ടിനില്ല. നാം ഒറ്റക്കായി കഴിയുന്നു. നന്മയാണ് നമുക്ക് കൂട്ടിനുള്ളത്. നന്മയുണ്ടെങ്കിലേ നമുക്കവിടെ രക്ഷയുണ്ടാവുകയുള്ളൂ, ഖബറിൽ രക്ഷയുണ്ടാവുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. രക്ഷ വേണം നമുക്ക്, അതിന് നമ്മൾ നന്മ ചെയ്യണം. ഒരുപാട് ചെയ്യേണ്ടതുണ്ട്, എന്നാലേ രക്ഷയുള്ളൂ. ഖബറിനെ കുറിച്ചിട്ട് മഹാനായിരുന്ന ഷർവാഉസാദിന്റെ മവാഹിബുൽ ജനിയ എന്ന ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാണ്, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാണ്. മെടയ്ക്കു പകരം വളമാ സുബ്ഹാന റബ്ബി, അതിൽ കിടക്കേണ്ടതാ സമാന. ഖബറിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ചിന്ത വേണേ, ഖബറിനെ കുറിച്ചിട്ട് നമുക്ക് പേടി വേണേ. നാം സ്വർഗത്തിലേക്കാ പോകേണ്ടവര്. ഖബറിൽ നമുക്ക് സ്വർഗത്തിന്റെ അനുഭൂതിയാ വേണ്ടത്, സ്വർഗത്തിന്റെ വാതിലാ തുറക്കേ
നമുക്ക് ഖബറിൽ രക്ഷയുണ്ടാവുകയില്ല, ശിക്ഷയാ ഉണ്ടാവുക. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സ്വർഗീയ ആരാമത്തിൽ കടക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഖബറിന്റെ ഉള്ളിൽ നമ്മൾ ഒറ്റക്ക് കഴിയുകയാണ്. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നാം ചെയ്തിരിക്കുന്നു. അതിനെല്ലാം തേട്ടമുണ്ടാകാൻ അല്ലാഹുവിലേക്ക് മടങ്ങാൻ നമുക്ക് സമയമില്ലായിരുന്നു. ദുനിയാവിന്റെ മുക്കിലും മൂലയിലും ചെന്നുകൊണ്ട് സമ്പത്ത് സംഭരിക്കാൻ വേണ്ടിയിട്ട് നാം ഒരുപാട് സമയങ്ങൾ നമ്മൾ കണ്ടെത്തിയവരാണ്. പക്ഷേ അന്ന് നാം തിന്മ ചെയ്തു. ഇന്ന് രക്ഷയില്ല മുഅ്മിനേ, രക്ഷയില്ല മുഅ്മിനേ, രക്ഷയില്ല. തിന്മയുള്ള ആളുകൾക്ക് സർപ്പമുണ്ട്, തേളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒരു 90 സർപ്പമുണ്ടാകും. അതിലൊരു സർപ്പത്തിന്റെ വിഷമെന്ന് വെച്ചാൽ ഭൂമിയിലേക്ക് ആ സർപ്പമൊന്ന് ഊതിയാൽ ഭൂമിയിലൊരു പുല്ല് പോലും മുളക്കുകയില്ല, പുല്ല് പോലും മുളക്കുകയില്ല. അത്രയ്ക്കും വിഷമുള്ള പാമ്പതാ നിന്റെ ശരീരത്തിലേക്ക്, നിന്റെ മേനിയിലേക്ക് കുത്തുമ്പോ വല്ലാത്ത വേദനയുണ്ടാകില്ല മനുഷ്യ, വല്ലാത്ത വേദനയുണ്ടാകില്ല ഉപ്പാ. നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഖബറിലെ അവസ്ഥ കഴിഞ്ഞുകൊണ്ട്, വസതിയായ അവസ്ഥ കഴിഞ്ഞുകൊണ്ട് പിന്നെയുള്ള ജീവിതം അത് ആഖിറമാണ്. പിന്നെയുള്ളതേതാ? ആഖിറം എന്നുള്ളൊരു ലോകത്തുള്ള ജീവിതമാണ്. അവിടേക്കാ നമ്മളുടെ ചൈത്രയാത്ര, അവിടേക്കാ നാം പോകേണ്ടവര്. മഹാനായിരുന്ന ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫ മഹാനായിരുന്ന ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഖബറിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് വല്ലാത്ത കരച്ചിലാണ്, വല്ലാത്ത കരച്ചിലാ, വല്ലാതെ നൊമ്പരപ്പെടുന്നു. അന്നത്തെ ആളുകൾ ചോദിച്ചോ, എന്തിനാ കരയുന്നത്, എന്തിനാ നൊമ്പരപ്പെടുന്നത് എന്ന് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചപ്പോൾ മഹാനായിരുന്ന ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഈ ഖബറിനെ ഓർത്തുകൊണ്ട് ഞാൻ കരഞ്ഞു പോയതാണ്, ഈ ഖബറിനെ ഓർത്തുകൊണ്ട് ഞാൻ കരഞ്ഞു പോയതാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ അടുക്കിലേക്ക് പ്രിയ പ്രവർത്തകർ, പ്രിയ സഹോദരന്മാർ നിങ്ങളുടെ അടുക്കിലേക്ക് ബക്കറ്റുമായി കടന്നു വരും. അതുകൊണ്ട് നിങ്ങൾ അതിലേക്ക് അകമടിഞ്ഞുകൊണ്ട് സഹായിക്കുക. നാം നമ്മളുടെ സംഭാവനയെ, നമ്മളുടെ സ്വതക്കയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് നമുക്ക് നമ്മിൽ നിന്ന് മരണപ്പെട്ട ഒരുപാട് ആളുകൾ അല്ലാഹു അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, സ്വർഗീയ അനുഭൂതി നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും അല്ലാഹു ആയുസ്സും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഒരുപാട് വിദ്യാർത്ഥികൾ, ഇൽമ നുകരുന്ന മുതഅല്ലിമീങ്ങൾ, അവർക്ക് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ സംഭാവനയെ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന ഒരു സംഭാവന, ഒരു സദഖ നിങ്ങൾ അതിലേക്ക് അർപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. നമുക്കറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഖബറിൽ നമുക്ക് രക്ഷ വേണം. അതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് നന്മ നാം ചെയ്യേണ്ടതുണ്ട്, ഒരുപാട് സൽക്കർമ്മങ്ങൾ നാം ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല
നാം ഇതുവരെ ചെയ്ത നന്മകൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ സൽക്കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ മുഅ്മിനേ, ഞാൻ പറഞ്ഞു വരുന്നത്, ആഖിറം എന്നുള്ളൊരു ലോകത്തേക്ക് നമ്മൾ ചെല്ലേണ്ടവരാ. മഅ്ശറയുടെ മുറ്റത്ത് നാം ചെല്ലേണ്ടവരാ. ഈ ലോകത്തിനൊരു അന്ത്യമുണ്ടല്ലോ. അന്ത്യനാൾ വരാനിരിക്കുന്നു. ഒരുപാട് കാലമില്ല, ഒരുപാട് ദിവസങ്ങളില്ല. എപ്പോഴാ അന്ത്യനാൾ സംഭവിക്കുക? അത് റബ്ബിന് മാത്രമേ അറിയുകയുള്ളൂ. അത് സിട്ടാമായ അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. മഹാനായിരുന്ന ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാഹളത്തില് ആദ്യമായി ഊതുകയാണ്. എന്നിട്ടോ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് വർണ്ണങ്ങളുള്ള, ഒരുപാട് വിവിധ തരത്തിലുള്ള വൃക്ഷങ്ങള്, ഒരുപാട് ജീവികള്, ഒരുപാട് മനുഷ്യന്മാര് എല്ലാം തകർന്നു പോകുന്നു. നാം ഉണ്ടാക്കിയ ഒരുപാട് കോടികളായ സ്വത്തുക്കള്, ഒരുപാട് കെട്ടിടങ്ങളെല്ലാം തകർന്നു പോകുന്നു. ഭൂമിയെ തകർന്നു പോകുന്നു. പിന്നെ അന്ത്യദിനത്തിനതാ രണ്ടാമതായിട്ടോ സൂറന്ന കാഹളത്തില് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഊതുമ്പോഴോ, എൻ്റെ മനുഷ്യ മനസ്സിലാക്കണേ, ഖബറിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മരണപ്പെട്ടവരതാ അവിടുന്ന് എഴുന്നേറ്റ് വരികയാ. മരിച്ചവരതാ എഴുന്നേറ്റ് വരികയാ. അവർ എഴുന്നേറ്റ് വരികയാ. സൂറന്ന കാഹളത്തിൽ രണ്ടാമതായി ഊഴുമ്പോൾ എല്ലാവരും ചെല്ലുന്നു. പിന്നെയുള്ളതോ മഅ്ശറയുടെ മുറ്റത്ത് നാം അവിടുന്ന് ചെല്ലുമ്പോഴോ നമ്മുടെ അവസ്ഥ എന്താ? എല്ലാ ജനങ്ങളും അവിടെ കൂടിയിരിക്കുന്നു. എല്ലാവരും ഉണ്ട്. രാജാതിരാജനായ തമ്പുരാൻ ആദ്യമായിട്ട് ആദമിനെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആദം മുതൽ ഇന്ന് വരെ ഈ സമയം വരെ പ്രസവിച്ച കുഞ്ഞുങ്ങളില്ലേ, എല്ലാവരെയും നാളെ മഅ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. എല്ലാവരെയും കൂട്ടപ്പെടുന്നതാണ്. എല്ലാവരും മഅ്ശറയുടെ മുറ്റത്ത് സൂര്യന്റെ താപമേറ്റുകൊണ്ട് ചുട്ടുപൊള്ളുന്ന വെയിലില്ലതാ നമ്മൾ നിൽക്കുമ്പോൾ റബ്ബിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ രക്ഷയുണ്ടോ? അല്ലാഹുവേ ഞങ്ങൾക്ക് രക്ഷയുണ്ടോ? നന്മ അവൻ ചെയ്തിട്ടേ ഇല്ല. ജീവിതത്തിൽ ഒരുപാട് തിന്മയാ ചെയ്തത്. എന്നിട്ടും മഅ്ശറയുടെ മുറ്റത്ത് നമുക്ക് രക്ഷയില്ലാതെ, നമുക്ക് തണലില്ലാതെ, അർശിന്റെ തണലില്ലാതെ നാം അവിടുന്ന് നിൽക്കുമ്പോഴോ മനസ്സിലാക്കണേ, മഹദിയായിരുന്ന ആയിഷ നബി തങ്ങളോട് ചോദിച്ചുവത്രേ, അല്ലാഹുവിന്റെ റസൂലേ, നബിയേ, എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടില്ലേ? മഅ്ശറയുടെ മുറ്റത്ത് എല്ലാവരും ഉണ്ടാകില്ലേ? ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, സഹോദരനുണ്ട്, വല്യപ്പയുണ്ട്. എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അവരെങ്ങനെയാ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അവര് പൂർണ്ണനഗ്നരാ. ആയിഷ പൂർണ്ണനഗ്നരാ. ആയിഷ ബീവി ചോദിച്ചു, അല്ല നബിയേ, എല്ലാവരും പൂർണ്ണനഗ്നരാണെങ്കിൽ ആണും പെണ്ണും ഉണ്ടല്ലോ നബിയേ, അവര് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തന്റെ ഔറത്ത് കാണില്ല നബിയേ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ എല്ലാവരോ അവർ ചെയ്തതിനെ കുറിച്ചിട്ട് അവർക്ക് രക്ഷയുണ്ടോ എന്ന് വിചാരിച്ചുകൊണ്ട് രക്ഷയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അവരവരുടെ ശരീരത്തെ സൂക്ഷിക്കുകയാണ്. അവർ ചെയ്തുകൊണ്ടിരുന്ന സൽക്കർമ്മങ്ങളോ അതുപോലെ തിന്മകളും ഉണ്ടല്ലോ, അതിന് വേവലാതിപ്പെടുകയാ. രക്ഷയുണ്ടാകുമോ എന്ന് കരുതി അവിടുന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ആയിഷ, എല്ലാവരെയും കാണുന്നുണ്ടെങ്കിലോ ആയിഷ അവരിലേക്ക് നോക്കില്ല. എല്ലാവരെയും കാണാമെങ്കിലോ പക്ഷേ ആരെയും നോക്കില്ല.
ജീവിതത്തിൽ ഏറെ സന്തോഷം നൽകിയ ഉമ്മ, ഏറെ സാന്ത്വനം നൽകിയ ഉപ്പ, ഏറെ സ്നേഹം നൽകിയ സഹോദരി സഹോദരന്മാര്, ഒരുപാട് സന്താനങ്ങളില്ലേ, അവരാരും നമ്മെ നോക്കുകയില്ല. മത്സരയുടെ മുറ്റത്ത് നാം ഏവരും അതാ കൈ ഉയർത്തിക്കൊണ്ട്, കരങ്ങൾ ഉയർത്തിക്കൊണ്ട്, അല്ലാഹുവേ രക്ഷയുണ്ടോ അല്ലാ, റഹ്മാനേ രക്ഷയുണ്ടോ അല്ലാ, അല്ലാഹുവേ അല്ലാഹുവേ രക്ഷയുണ്ടോ അല്ലാ എന്ന് നമ്മൾ അവിടുന്ന് തേടുമ്പോ, നാം അവിടുന്ന് തേടുമ്പോ തൻ്റെ മാതാവിൻ്റെ അടുക്കൽ ചെല്ലുന്നു, തൻ്റെ ഉമ്മയുടെ അടുക്കലേക്ക് ചെല്ലുന്നു. എന്നിട്ട് ഉമ്മയോട് ചോദിക്കുന്നു, ഉമ്മ എനിക്ക് രക്ഷയുണ്ടോ, എനിക്ക് വേണ്ടി കേട്ടോ ഒന്ന് റബ്ബിനോട് പറയണേ, എന്നെ ഒന്ന് രക്ഷിക്കണം ഉമ്മ, എന്നെ ഒന്ന് രക്ഷിക്കണം ഉമ്മ. ഏറെ വേവലാതിക്കൊണ്ട്, ഏറെ നൊമ്പരത്തോട് തൻ്റെ മാതാവിൻ്റെ മുന്നിൽ ചെന്നുകൊണ്ട് കൈനീട്ടുമ്പോ ഉമ്മ പറയുന്നു, മകനെ നിന്റെ ജീവിതത്തിൽ ദുനിയാവിൽ നിനക്ക് ഏറെ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു, ഏറെ സ്നേഹം ഞാൻ നൽകിയിട്ടുണ്ട്, ഏറെ സ്നേഹം ഞാൻ നൽകിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആഗ്രഹത്തിൽ വെച്ചുകൊണ്ട് നിനക്ക് വേണ്ടിയിട്ട് രക്ഷയെ തേടാൻ എനിക്ക് കഴിയില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് തിന്മ ചെയ്തിട്ടില്ലേ, ആ തിന്മയെ കുറിച്ചുകൊണ്ട് ഞാൻ വേവലാതിപ്പെടുകയാണ്. എനിക്ക് രക്ഷയുണ്ടോ എന്നറിയില്ല, എനിക്ക് രക്ഷയുണ്ടാവുമോ എന്നറിയില്ല എന്ന് ഉമ്മ എവിടുന്ന് പറയുകയാ, വാപ്പ എവിടുന്ന് പറയുകയാണ്. ഏറെ സ്നേഹം നൽകിയ വാപ്പ, ഏറെ മുത്തം നൽകിയ വാപ്പ താൻ വീടിൻ്റെ വരാന്തയിൽ എപ്പോഴും കാത്തിരിക്കാറുണ്ട്. വാപ്പ കൊണ്ടുവരുന്ന മിഠായി വാങ്ങാൻ വേണ്ടിയിട്ട് പഞ്ചാര പല്ല് കാണിച്ചുകൊണ്ട് ചിരിക്കുന്ന എത്രയോ കുഞ്ഞു മക്കളില്ലേ. വാപ്പ കൊണ്ടുവരുന്ന മിഠായിയെ കാത്തു നിന്നുകൊണ്ട് വാപ്പയുടെ കയ്യിലുണ്ടായിരുന്ന മിഠായി വാങ്ങിയിട്ട് നെഞ്ചോട് ചേർത്ത് വെച്ച് കൊണ്ടവന് വല്ലാത്ത സന്തോഷമാ, അവന് വല്ലാത്ത ആനന്ദമാ. കെട്ടിപ്പിടിച്ചുകൊണ്ട് വാപ്പയെ മുത്തമിടുന്ന തിരിച്ചു വാപ്പ എവിടുന്ന് മുത്തമിട്ട് കൊടുക്കുന്നു. നിന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സമ്പത്തുള്ള ഒരുപാട് ആളുകള്, ഒരുപാട് പണക്കാര്, ഒരുപാട് സമ്പന്നര് അവരുടെ മുന്നിൽ ചെന്നുകൊണ്ട് ഇളിപ്പിനാക്കിക്കൊണ്ട് തന്നെ അവരവിടുന്ന് ആട്ടി അയച്ചപ്പോ ജീവിതത്തിൽ ഒരുപാട് ആട്ടുത്തുപ്പം നിനക്ക് വേണ്ടിയിട്ട് കേട്ട, നിനക്ക് വേണ്ടിയിട്ട് സഹിച്ച നിന്റെ വാപ്പയില്ല മകനെ, എൻ്റെ മകളെ, വാപ്പയില്ല, ഉപ്പയില്ല, ഉമ്മയില്ല, സഹോദരനില്ല, ആരാരും നിനക്ക് വേണ്ടിയിട്ട് ശുപാർശ ചെയ്യില്ല. കാക്കുമാറാകട്ടെ, കാക്കുമാറാകട്ടെ. സക്കാത്ത് കൊടുക്കാതിരുന്നാൽ, സക്കാത്ത് കൊടുക്കാത്തവരുടെ അവസ്ഥ, സക്കാത്ത് കൊടുക്കാത്തവരുടെ അവസ്ഥ ഏതാ നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അവർക്ക് അവരുടെ കഴുത്തിലതാ വലിയ സർപ്പമുണ്ടാകുമത്രേ. വിധങ്ങൾ പറയുന്നു, അവരുടെ കഴുത്തില് സർപ്പമുണ്ടാകുമത്രേ. ആ സർപ്പം എങ്ങനെ അവരെ കൊത്തിക്കൊണ്ടേയിരിക്കോ. ഒരുപാട് സമ്പത്തുണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങളായിട്ട് അല്ലാഹു നൽകിയ പണമാണ്, ഒരുപാട് കോടികളുണ്ട്. പക്ഷേ തൻ്റെ സമ്പത്തിൽ നിന്നുകൊണ്ട്, തൻ്റെ പണത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട റമദാന് കടന്നു വന്നപ്പോൾ തൻ്റെ വീടിൻ്റെ മുമ്പില് കെഞ്ചിക്കൊണ്ട് യാചിച്ചുകൊണ്ട് ഒരുപാട് മിസ്കീന്മാരായ ആളുകൾ വന്നില്ലേ, ഒരുപാട് യതീമുകൾ വന്നുകൊണ്ട് നിന്നോട് യാചിച്ചില്ലേ. ഒരു സക്കാത്ത് കൊടുക്കാൻ നീ തയ്യാറായില്ല, ഒരു നെൽമണി കൊടുക്കാൻ നീ തയ്യാറായില്ല, ഒരു പണം കൊടുക്കാൻ നീ തയ്യാറായില്ല, ഒരു 10 രൂപ പോലും നീ കൊടുക്കാൻ തയ്യാറായില്ല. നിനക്ക് നൽകിയ ഒരുപാട് സമ്പത്ത്, നിനക്ക് നൽകിയ അല്ലാഹു നൽകിയ പണമില്ലേ, ആ പണത്തെ നീ കെട്ടിപ്പിടിച്ചോ. നീ ആ പണത്തിൽ നിന്ന് 1 രൂപ ചെലവാക്കിയില്ല, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നീ ചെലവാക്കിയില്ല. അവനുള്ള ശിക്ഷയാ, അവനെങ്ങനെയാ മത്സരായിൽ വരിക. അന്ത്യനാള് കഴിഞ്ഞുകൊണ്ടവനതാ മത്സരയിലേക്ക് കടന്നു വരിക എങ്ങനെയാ.
ഇന്നലെ ഇന്നുമായിട്ട് നീ കൊണ്ടുപോയ നിന്റെ ബെൻസ് കാറിലല്ല, നീ നിന്റെ BMW-യിലല്ല, നീ ആഡംബരമായി നടന്നവനാ, ആഡംബര വാഹനങ്ങളിൽ നീ നൽകിയവനാ, നീ നടന്നവനാണ്. എന്നാൽ ഇന്ന് നീ വരുന്നത് സകാത്ത് കൊടുക്കാത്തവന്റെ അവസ്ഥ. നിന്റെ കഴുത്തിലൊരു സർപ്പമുണ്ടത്രേ, ആ സർപ്പം നിന്നെ കൊത്തുന്നതാണ്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മെ അതിൽ നിന്ന് കാക്കുമാറാകട്ടെ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ മഹ്ശറിലെ അവസ്ഥ. മഹ്ശറിൽ നമ്മൾ ഓരോരുത്തരും പല രീതിയിലാ കടന്നു വരിക. അവർ ചെയ്തു കൂട്ടിയത്, അവർ എത്ര തിന്മ ചെയ്തോ അതിനനുസരിച്ചിട്ടാണ് കടന്നു വരിക. ഇടും മഹ്ശറ ചൂടും കൊടുമയിൽ യതിര പൊട്ടി കരയുമേ കൽബുകൾ തേടും അന്നേരത്ത് ഹക്കുകൾ കിട്ടുവാൻ തക്കോര പാത്ത് പിടി കൂടുന്നത് തിര എന്ന മഹ്ശറ വൻസഭയില് ചോദ്യം നമ്മോട് ചോദിക്കുമത്രേ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നാല് കാര്യങ്ങൾ ചോദിക്കാതെ നീ ഒരു അടി മുന്നോട്ട് പോവുകയില്ല. ആ 4 ചോദ്യങ്ങളേതാ? നബിതങ്ങൾ പറയുന്നു ആദ്യത്തെ ചോദ്യം ഏതാ? നീ ആയുസ് എന്തിന് ചെലവഴിച്ചോ? എന്തിന് ചെലവഴിച്ചോ? ഒരുപാട് സമയങ്ങൾ അല്ലാഹു നൽകിയിട്ടില്ലേ? ആ സമയങ്ങളിൽ നീ റബ്ബിന് വേണ്ടിയിട്ട് കണ്ണീരൊഴുപ്പിച്ചില്ല. നിനക്ക് നൽകിയ ആയുസ് നീ നന്മയിലേക്ക് മടങ്ങിയില്ല, നീ തിന്മയിലായിരുന്നില്ലേ? എന്നിട്ട് നീ വെറുതെ ആയുസ് കളഞ്ഞവനാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ നിറവേറ്റിക്കൊണ്ട് നീ മുത്തഖീങ്ങളുടെ പാതയിൽ നീ നടന്നു നീങ്ങിയില്ല. പക്ഷേ ജീവിതത്തിൽ ഒരുപാട് തിന്മയാ ചെയ്തത്. എന്നിട്ട് അല്ലാഹു ചോദിക്കുമത്രേ, നീ ആയുസ് എന്തിന് ചിലവഴിച്ചോ? എൻ്റെ ഉപ്പാ നമുക്ക് പറയാൻ പറ്റുമോ? എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് ഓരോരുത്തരെയും ചോദിക്കപ്പെടുന്ന മഹ്ശറ, ചൂടേറുന്ന മഹ്ശറ. ഇന്ന് ഒരു സൂര്യൻ തന്നെ ഉച്ചയ്ക്ക് ഒന്ന് ഉദിച്ചാൽ അവിടുന്ന് വല്ലാത്ത വെയിലില്, ചുട്ടുപോയിരുന്ന വെയിലില് നമുക്ക് അങ്ങാടിയിലൂടെ നടക്കാൻ സാധിക്കുന്നില്ല. വല്ലാത്ത ചൂടാണ്, വല്ലാത്ത താപമാണ്. അതുകൊണ്ട് എൻ്റെ മനുഷ്യ, അതിനേക്കാൾ ഇരട്ടിയായ ചൂടുള്ള മഹ്ശറ, ആ മഹ്ശറയില് അല്ലാഹു എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് നിന്നോട് ചോദിക്കുന്നു, നീ ആയുസ് എന്തിന് ചിലവഴിച്ചോ? നീ എന്തിന് ചിലവഴിച്ചോ എന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വലാത്തുല്ലാഹ് രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, രണ്ടാമതായിട്ട് സിട്ടാവായ തമ്പുരാൻ രണ്ടാമതായിട്ട് മനുഷ്യരോട് ചോദിക്കുന്നതേതാ? നീ യുവത്വം എങ്ങനെ വിനിയോഗിച്ചോ? ഒരുപാട് കാലയളവുണ്ടായിരുന്നു നിന്റെ കൗമാരപ്രായം, നിന്റെ യുവത്വ കാലഘട്ടത്ത് നീ ഊർജ്ജസ്വലനായിരുന്നു. വയസ്സായി, ഇനി വയോവൃദ്ധനായി, നീ പള്ളിയിൽ പോകാൻ കഴിയില്ല, നമസ്കരിക്കാൻ കഴിയില്ല, ആകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിൽക്കലല്ല. നിനക്കുണ്ടായിരുന്നു, നിനക്ക് ഏറെ ആരോഗ്യം നൽകിയ കാലമുണ്ടായിരുന്നു, യുവത്വ കാലമുണ്ടായിരുന്നു. ആ യുവത്വ കാലഘട്ടത്ത് 30-35 വയസ്സുള്ള കാലഘട്ടത്ത് നീ എന്ത് ചെയ്തടാ? രാജാതിരാജനായ തമ്പുരാന് വേണ്ടിയിട്ട് നീ സമ്പത്തിനെ ചിലവഴിച്ചോ?
അല്ലാഹുവിനെ നീ ഓർത്തോ, പള്ളിയുമായിട്ട് നീ ബന്ധം സ്ഥാപിച്ചോ, റബ്ബിനെ നീ ഓർത്തില്ല. മറ്റുള്ള ആളുകളുമായി ഒരു ആഘോഷം വന്നാൽ, ഒരു ന്യൂ ഇയർ വന്നാൽ നീ ലഹരിയിലേക്ക് അടിമപ്പെട്ടുകൊണ്ട്, മദ്യത്തിലേക്ക് അടിമപ്പെട്ടുകൊണ്ട് നിന്റെ ജീവിതത്തെ നീ മുന്നോട്ട് കൊണ്ടുപോയവനാണ്. മറ്റുള്ള കാമികരുടെ പേരില് നീ പ്രേമനൈരാജ്യം കൊണ്ട് ജീവിതത്തെ വീർപ്പ് മുട്ടിച്ചവനാണ്, ജീവിതത്തെ മുന്നോട്ട് നീക്കിയവനാണ്. നിനക്ക് സമയമില്ലായിരുന്നു നന്മ ചെയ്യാൻ, നിനക്ക് സമയമില്ലായിരുന്നു റബ്ബിനെ ഓർക്കാൻ. നിന്റെ മനസ്സിലെ എല്ലാം ആയിരുന്ന നിന്റെ കാമുകിയുണ്ടായിരുന്നു നിനക്ക് ഭ്രമിക്കാനോ, നിനക്ക് അവരുടെ പുറകെ നടന്നുകൊണ്ട് റബ്ബ് നൽകിയ ഒരുപാട് സമയങ്ങൾ നീ ഒരു ഭാഗം ചിലവഴിച്ചോ. മാത്രമല്ല നിനക്ക് കൂത്താടിക്കൊണ്ട് വിനോദസഞ്ചാരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നീ അതിന് വേണ്ടിയിട്ട് നീ ഒരുപാട് സമയം നീ ചിലവഴിച്ചോ. പിന്നെ എവിടെയാ മുഅ്മിനേ റബ്ബിലേക്ക് മടങ്ങാൻ സമയമുണ്ടാവുക, സുട്ടാവിലേക്ക് മടങ്ങാൻ സമയമുണ്ടാവുക. അല്ലാഹു നമ്മെ കാക്കട്ടെ, അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ. നാം അല്ലാഹു ചോദിക്കുന്നീ യുവത്വ കാലഘട്ടം നീ എങ്ങനെ വിനിയോഗിച്ചോ? മൂന്നാമതായിട്ടല്ല ചോദിക്കുന്നത് ധനമെങ്ങനെ സമ്പാദിച്ചോ? ഇന്നത്തെ മനുഷ്യർ, ഇന്നത്തെ ആളുകള്, ഇന്നത്തെ മനുഷ്യർ, ഇന്നത്തെ ജനങ്ങള്, അവർക്ക് ഒരുപാട് സമ്പത്തുണ്ടെങ്കിൽ അവർ പലിശക്ക് പണം കൊടുക്കുന്നു. പലിശക്ക് പണം അവിടുന്ന് കൊടുക്കുകയാണ്. ഒരുപാട് കോടികൾ ഉണ്ടാക്കുന്നു, ഒരുപാട് സമ്പത്തുണ്ടാക്കുന്നു. എന്നാലോ അല്ലാഹ് ചോദിക്കുമത്രേ, നീ നിന്റെ ധനം എങ്ങനെ സമ്പാദിച്ചോ? നീ നിന്റെ പണം എങ്ങനെ സമ്പാദിച്ചോ? നാലാമതായിട്ട് അല്ലാഹ് ചോദിക്കുമത്രേ, അറിവ് കൊണ്ട് നീ എന്ത് പ്രവർത്തിച്ചോ? നീ എന്താണ് പ്രവർത്തിച്ചത്? ഒരുപാട് അറിവുണ്ടായിരുന്നില്ലേ പള്ളിക്കൂടത്ത് നീ ചെന്നപ്പോഴാ, പള്ളികളിൽ നീ ചെന്നപ്പോഴാ നിന്റെ ഉസ്താദുമാര് നിനക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിനക്ക് പറഞ്ഞു തന്നതാണ്. നിന്നോട് നിസ്കരിക്കാൻ പറഞ്ഞതാണ്, സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞതാണ്, ദിക്റുകൾ നിറവേറ്റാൻ പറഞ്ഞവനാണ്. അതുകൊണ്ട് നീ നിറവേറ്റിയില്ല. നിനക്ക് അറിവുണ്ടായിരുന്നു, പക്ഷേ ആ അറിവ് കൊണ്ട് നീ പ്രവർത്തിച്ചില്ല, ജീവിതത്തിൽ നീ പ്രവർത്തിച്ചില്ല. അതുകൊണ്ട് അല്ലാഹു ചോദിക്കുമത്രേ, ഈ 4 കാര്യങ്ങൾ ചോദിക്കാതെ മഅ്ശറയിൽ നിന്ന് ഒരടി അണ്ണ് മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മതിക്കുകയില്ല. അല്ലാഹു മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കുകയില്ല. തങ്ങൾ പറയുന്നു, സ്വന്തം ദുഷ്കർമ്മങ്ങള് പാമ്പുകളായിട്ട് അവിടെ കഴിയുന്നു, പാമ്പുകളായിട്ട് അവിടെ വരുന്നു. അതുകൊണ്ട് നാം നന്മ ചെയ്യണേ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്റാബൻ സഭ, നമുക്കറിയാം മഅ്ശറയിൽ ഒരുപാട് ചോദ്യങ്ങൾ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുമത്രേ. ശ്വാസവഞ്ചകന്റെ അവസ്ഥ എന്താ? തിരുനബി തങ്ങൾ പറയുന്നു, അന്ത്യനാളില് മഅ്ശറയില് വാഗ്ദാനം ലംഘിച്ചവന്റെ ഗുദത്തിലൊരു കൊടി നാട്ടിയിട്ടുണ്ടാകും. ആണ് വിശ്വാസവഞ്ചന ചെയ്തവന്റെ അവസ്ഥ. ഇനിയോ നബി തങ്ങൾ പറയുന്നു, 3 സ്ഥലങ്ങളിൽ വെച്ച് ഒരാളും മറ്റൊരാളെ ഓർക്കുകയില്ല. 3 സ്ഥലമുണ്ട്. ആ സ്ഥലങ്ങളിൽ വെച്ച് ആരെയും ഓർക്കുകയില്ല. ഒന്നാമതേതാ? ആയിഷ ബിവിയോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നന്മ തിന്മകൾ തൂക്കുന്ന ത്രാസിനരികെ തന്റെ നന്മകൾക്ക് ഭാരമുണ്ടോ ഇല്ലയോ എന്നറിയുന്നത് വരെ അവരാരെയും നോക്കുകയില്ല, മറ്റുള്ള ആളുകൾ നോക്കുകയില്ല. രണ്ടാമതായതാ, നന്മയുടെ കിതാബ് കൊടുക്കുമ്പോഴോ തിന്മയുടെ കിതാബ് കൊടുക്കുമ്പോഴോ ആ സമയത്തോ ആരും ആരെയും നോക്കുകയില്ല. മൂന്നാമതേതാ? സിറാത്ത് പാലത്തിനരികെ ആരും ആരെയും
നോക്കുകയില്ല. അതുകൊണ്ട് ഈ 3 സ്ഥലങ്ങളിൽ ആരും ആരെയും നോക്കുകയില്ല. അതുകൊണ്ട് മഹ്ശറിൽ നമുക്ക് രക്ഷ വേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നാം ചുട്ടുപൊള്ളുന്ന സൂര്യൻ്റെ താപമേറ്റുകൊണ്ട് നമ്മൾ മഹ്ശറിൽ നമ്മൾ അവിടുന്ന് കഴിയുമ്പോൾ, റബ്ബിൻ്റെ മുന്നിൽ നമ്മൾ കേഴുമ്പോൾ, നമുക്ക് വെള്ളം വേണം, നമുക്ക് ജലം വേണം, നമുക്ക് കുടിക്കണം, ദാഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴോ നമുക്ക് അർശിൻ്റെ തണല് വേണേ, അർശിൻ്റെ തണല് വേണേ. അർശിൻ്റെ തണല് ലഭിക്കുന്ന 7 ആളുകളെ പറ്റിയിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു. ഒന്നാമത്തെ ആളേതാ? നീതിമാനായ ഭരണാധികാരിയാ. ഉമർ റളിയല്ലാഹു തആല അൻഹു തൻ്റെ ഭരണ സാന്നിധ്യം മദീനയിലൂടെ നടത്തിക്കൊണ്ടിരിക്കെ തൻ്റെ ജീവിതത്തിലേക്ക്, തൻ്റെ ഭോഗങ്ങൾക്ക്, തനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് സമ്പത്ത് രാജകൊട്ടാരത്തിൽ നിന്ന് എടുത്തില്ല. മഹാനായിരുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് തൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടോ തൻ്റെ ഖജനാവിൽ നിന്ന് ഒരു പണം പോലും എടുത്തില്ല. ജീവിതത്തിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, മുന്തിരി തിന്നാൻ വേണ്ടിയിട്ട്. തൻ്റെ സഖിയോട് പറയുകയാണ്, തൻ്റെ പ്രിയ പത്നിയോട് പറയുകയാണ്, എനിക്ക് മുന്തിരി തിന്നാൻ വല്ലാത്ത ആശയുണ്ട്, അതുകൊണ്ട് നീ എനിക്ക് കുറച്ച് ദിർഹം തരണേ എന്ന് ചോദിക്കുകയാണ്. ദിർഹമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പ്രിയ ഭക്തി പറയുന്നു, ഇല്ല ഭർത്താവേ, ഇല്ല, ഇല്ല ഭർത്താവേ, ഇല്ല, ഇല്ല ഭർത്താവേ, ഇല്ല. തൻ്റെ ഖജനാവിൽ ഒരുപാട് സമ്പത്തുണ്ടല്ലോ, ഒരുപാട് പണമുണ്ടല്ലോ, അതിൽ നിന്ന് എൻ്റെ പ്രിയ ഭർത്താവിന് എടുത്താൽ പോരെ, എൻ്റെ പ്രിയ ഭർത്താവിന് അതിൽ നിന്നും ചിലവഴിച്ചാൽ പോരെ. പിന്നെ എന്തിനാ പണം ചോദിക്കുന്നത്? പിന്നെ എന്തിനാ പണം ചോദിക്കുന്നത്? പിന്നെ എന്തിനാ എന്നോട് ദിർഹം ചോദിക്കുന്നത്? അതുപോലെ ഒരുപാട് ആളുകൾ നീതിമാനായ ഭരണാധികാരി നേതാക്കളെ പോലെയെല്ലാം കുറച്ച് സമ്പത്തുണ്ടാക്കിയാൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് കുറച്ച് ജനങ്ങളുടെ പണം അത് കുറച്ച് കീശയിലേക്ക് പോകുന്ന ഇന്നത്തെ നേതാക്കന്മാരല്ല. നീതിപൂർവം തന്റെ രാജ്യത്തെ ഭരിച്ച രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവിച്ച ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിച്ച ഇന്നത്തെ പ്രധാനമന്ത്രിയെ പോലെ, ഇന്നത്തെ പ്രസിഡന്റിനെ പോലെ രാജ്യങ്ങളെ കറങ്ങിയവനല്ല, വിദേശ രാജ്യങ്ങൾ കറങ്ങിയവനല്ല, ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ട് ജീവിതം മുന്നോട്ട് ജീവിച്ചവനല്ല, ഒരുപാട് ആഘോഷങ്ങൾ കൊണ്ട് ജീവിച്ചവനല്ല, നീതിമാനായ ഭരണാധികാരിയാണ്. രണ്ടാമതാരാ? അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് യൗവനകാലം ചിലവഴിച്ച യുവാവ്. യൗവനകാലം ചിലവഴിച്ച യുവാവ് അല്ലാഹുവിന് വേണ്ടിയിട്ട്, സിട്ടാവിന് വേണ്ടിയിട്ട് നാം ജീവിച്ച അല്ലാഹുവിന് വേണ്ടിയിട്ട് തൻ്റെ യൗവനകാലം ചിലവഴിച്ച യുവാവാണ്. മൂന്നാമതേതാ? ഹൃദയം പള്ളിയുമായി ബന്ധിച്ചവൻ. എപ്പോഴും തന്റെ ഹൃദയം, തന്റെ മനസ്സ് പള്ളിയാണ്, പള്ളിയോടടുത്തൊരാള്, പള്ളിയോടടുക്കലാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സ്ഥാപനം ദാറുൽ ഉലൂം അറബിക് കോളേജ് റബീഉൽ അവ്വൽ പ്രവാചക പ്രകീർത്തനത്തിനോട് ജന്മദിനത്തിനോട് അനുബന്ധിച്ച് ഇറക്കിയ റബിയ എന്നൊരു പുസ്തകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കാനും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവരുടെ കുടുംബങ്ങളെക്കുറിച്ച് പഠിക്കാനും ഒരു ഉത്തമമായ ഒരു കൃതിയാണ്. അതുകൊണ്ട്
നിങ്ങൾ അത് കൈപ്പറ്റണം. 50 കോപ്പിയാണ് ഉള്ളത്, കുറഞ്ഞ കോപ്പിയേ ഉള്ളൂ. അതുകൊണ്ട് അതിൻ്റെ വില 50 രൂപയാണ്. അതുകൊണ്ട് നിങ്ങൾ സ്നേഹപൂർവം അത് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥനയോടുകൂടി ഞാൻ തുടങ്ങുകയാണ്. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, മൂന്നാമതായിട്ട് ഹൃദയം പള്ളിയുമായി ബന്ധിച്ചവനാണ്. നാലാമതായിട്ടാരാ? അല്ലാഹുവിന് വേണ്ടിയിട്ട് ഇഷ്ടാവിന് പരസ്പരം രണ്ടാളുകൾ, രണ്ട് യുവാക്കൾ അവിടുന്ന് സ്നേഹിച്ച വ്യക്തികൾ, റബ്ബിന്റെ മാർഗത്തില്, സിട്ടാവിന്റെ മാർഗത്തില് സ്നേഹിച്ച ആളുകളാ, പ്രണയിച്ച ആളുകളാ. അഞ്ചാമതായിട്ട് ആരാ? ഏകാന്തതയിൽ അല്ലാഹുവിനെ ഓർക്കുകയോ കണ്ണുകളെ ഈറനണിയിക്കുകയും ചെയ്തവരാണ്. റബ്ബിനെ കുറിച്ചിട്ട് ഓർത്ത ആളുകൾ ജീവിതത്തില് തൻ്റെ നയനങ്ങള് റബ്ബിനെ കുറിച്ചിട്ട് ഓർത്ത് കണ്ണീരൊഴിപ്പിച്ചവരാണ്. നമുക്കറിയാം, മഹദിയായ നന്മയുടെ ഉമ്മ റാബിയത്തുൽ അദബിയ തന്റെ ജീവിതത്തിൽ അല്ലാഹുവിനെ കുറിച്ചിട്ട് ചിന്തിച്ചുകൊണ്ട് റബ്ബിന് വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെച്ചവരല്ലേ റാബിയത്തുൽ അദബിയ. എപ്പോഴും കരയും, സുട്ടാവിനെ കുറിച്ചിട്ട് അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് എപ്പോഴും കരയുമത്രേ. എന്നാൽ ആ മഹദി അവിടുന്ന് സിട്ടാവിനെ കുറിച്ചിട്ട് ഓർത്തുകൊണ്ട് കരയുകയാണ്. ഒരുപാട് മഹാന്മാരായ ആളുകൾ ആ മഹദിയുടെ അടുക്കലേക്ക് ചെന്നു കല്യാണം ആലോചിക്കാൻ വേണ്ടിയിട്ട്. മഹദി രണ്ട് കാര്യങ്ങൾ ചോദിച്ചു. ഈ രണ്ട് കാര്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം നൽകിയാൽ ഞാൻ നിങ്ങളോട് ഒഴിപ്പെടാൻ നിങ്ങൾക്ക് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. ആ രണ്ട് കാര്യങ്ങൾ ഏതാ? ഒന്നാമതായിട്ട് റാബിയത്തുൽ അദവിയ ചോദിക്കുന്നു, നന്മ തൂക്കുന്ന സ്ഥലത്ത് നന്മയുടെ കിതാബ്, ചിന്മയുടെ കിതാബാണോ എനിക്ക് നൽകുക? ഇത് പറയണോ എന്ന് പറഞ്ഞു. അവര് ഉത്തരം മുട്ടിപ്പോയേ. രണ്ടാമതായിട്ട് മഹദി പറയുകയോ, ഞാൻ സ്വർഗത്തിലാണോ കിടക്കുക, ഞാൻ നരകത്തിലാണോ കിടക്കുക എന്ന് നിങ്ങൾ പറയണേ. ഈ രണ്ട് ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം നൽകിയാൽ നിങ്ങളോട് ഞാൻ വിവാഹം കഴിക്കാമെന്ന് റാബിയത്തുൽ അദബിയ ജീവിതത്തിലെ റബ്ബിനെ കുറിച്ച് ഓർത്തില്ലേ? സിട്ടാവിനെ കുറിച്ചിട്ട് ഓർത്തില്ലേ? ജീവിതം നൽകിയ അല്ലാഹ് എപ്പോഴും കരച്ചില്ല, എപ്പോഴും തൻ്റെ കണ്ണുനീര് ഒലിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദര, എൻ്റെ ഉമ്മാ ജീവിതത്തില് സിട്ടാവിനെ കുറിച്ചിട്ടുള്ളൊരു ചിന്ത, അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ളൊരു ചിന്ത നാം ജീവിതത്തിൽ ഉണ്ടാകണോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആറാമതായിട്ടാരാ? സ്ത്രീ വ്യഭിചാരത്തിന് ക്ഷണിക്കുകയോ എണ്ണിത്തട് അല്ലാഹുവിനെ ഓർത്ത് മാത്രം നിരസിക്കുകയും ചെയ്തവളാണ്. അതായത് വ്യഭിചാരത്തിന് ഒരു പെണ്ണിലേക്ക് അടുപ്പിക്കുകയാണ്. ആ പെണ്ണ് പറയുന്നു, യുവാവേ, അല്ലാഹു കാണുന്നില്ലേ? അല്ലാഹു കാണുന്നില്ലേ? അതല്ലാതെ അന്യ വീട്ടിലെ സഹോദരന്മാര് തന്റെ കാമപൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് തന്റെ വീട്ടിലേക്കും തന്റെ ലോഡ്ജിലേക്കും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലേക്കും ക്ഷണിക്കുമ്പോൾ അവരോടൊപ്പം നാം ഒത്തുകൂടിക്കൊണ്ട് നാം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകലല്ല. എൻ്റെ ഉമ്മ, എൻ്റെ മക്കളെ, എൻ്റെ സഹോദരന്മാരെ, റബ്ബിനെ കുറിച്ച് ഓർക്കാൻ പറഞ്ഞ ആ സ്ത്രീയാണ് അവൾക്ക് മുണ്ടേ അർശിന്റെ തണലില്ലേ. ഏഴാമതായിട്ടാരാ? വലതു കൈ കൊടുക്കുന്നത് ഇടതു കൈ അറിയാതെ ദാനം ചെയ്തവരാണ്. വലിയ പ്രസക്തി, ഒരുപാട് സമ്പത്ത് ഞാൻ നൽകി എന്ന് നാട്ടുകാരെ അറിയിക്കുന്നവരല്ല, ദേശക്കാരെ അറിയിക്കുന്നവരല്ല, വലിയ പരസ്യം പെടുത്തലല്ല, വലിയ
ഇടത് കൈ അറിയാതെ വലത് കൈ കൊണ്ട് കൊടുത്തവനാണ്. അവനും വർഷിന്റെ തണലുണ്ട്. ഈ ഏഴ് കാര്യങ്ങള് ജീവിതത്തിലുണ്ടായാൽ, ഇതിലേതെങ്കിലും ഒന്ന് ജീവിതത്തിലുണ്ടായാൽ നിനക്ക് അർശിന്റെ തണലാ, നിനക്ക് അർശിന്റെ തണലാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹ്ശറിൽ നമ്മളിങ്ങനെ കൂടും, നന്മയും തിന്മയും തൂക്കിക്കഴിയും. നമ്മൾ ശുപാർശക്ക് വേണ്ടിയിട്ട് മഹാനായിരുന്ന ഈസാ നബി അലൈഹിസ്സലാം, ഈസയുടെ അടുക്കലേക്കും ചെല്ലോ, ലൂഹിന്റെ അടുക്കലേക്കും ചെല്ലോ, മൂസയുടെ അടുക്കലേക്കും ചെല്ലോ, ഇബ്രാഹിമിന്റെ അടുക്കലേക്ക് ചെല്ലോ. പക്ഷേ അവർ പറയുകയാണ്, നഫ്സി 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 നഫ്സി. സ്വശരീരമേ, ഞാൻ ചെയ്തു പോയ തെറ്റുകള്, ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ തെറ്റിന്റെ പേരിൽ അല്ലാഹു നൽകുന്ന ശിക്ഷ ഏതാ എന്നറിയില്ല. അതിനെക്കുറിച്ച് ഞാൻ ഓർത്തുകൊണ്ട് ഞാൻ നിൽക്കുകയാണ്. എൻ്റെ അവസ്ഥ തന്നെ എനിക്കറിയില്ല എന്ന് ഓരോ നബിമാരും പറയുമ്പോൾ അവസാനമായിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് നാം ചോദിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂലേ, ഞങ്ങൾക്ക് ശുപാർശ ചെയ്യുമോ, ഞങ്ങൾക്ക് ശുപാർശ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ രാജാതിരാജനായ തമ്പുരാന്റെ മുമ്പിൽ അല്ലാഹുവിൻ്റെ റസൂൽ സുജൂദിനായി കഴിയുകയാണ്. അവിടുന്ന് സുജൂദിനായി സാഷ്ടാംഗം ചെയ്യുകയാണ്. എന്നിട്ടോ അല്ലാഹു പറയുന്നു, നീ ഒന്ന് എഴുന്നേൽക്ക, എന്താ നിനക്ക് വേണ്ടത്, എന്താ വേണ്ടത്? അല്ലാഹുവിൻ്റെ റസൂൽ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എൻ്റെ ഉമ്മത്ത്, എൻ്റെ ഉമ്മത്ത്, എൻ്റെ ഉമ്മത്ത്, എൻ്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ അവിടുന്ന് സാഷ്ടാംഗമായി സുജൂദിലായി കഴിയുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, നന്മ ചെയ്തവന് അല്ലാഹു പറയുന്നു, നന്മ ചെയ്ത ആളുകൾക്ക് സ്വർഗത്തിൽ പോകാം, തിന്മ ചെയ്തവന് നരകത്തിൽ പോകാം. ശുപാർശ വേണേ, ശുപാർശ നമുക്ക് വേണേ. അല്ലാഹുവിൻ്റെ റസൂൽ നാം ജീവിതത്തിൽ ഒരുപാട് സ്നേഹിച്ചാൽ, ഒരുപാട് ജീവിതത്തിൽ ആദരവോടുകൂടി നാം മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് രക്ഷയാ. മുഅ്മിനേ, നന്മ ചെയ്താൽ രക്ഷയാ. തിന്മയിലേക്ക് അടുക്കല്ല മനുഷ്യ, തിന്മയിലേക്ക് അടുത്താൽ നമുക്ക് രക്ഷയില്ല, രക്ഷയില്ല മുഅ്മിനേ, രക്ഷയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യണേ, നമുക്ക് ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നന്മ ചെയ്തവന്റെ സ്വർഗത്തിൽ പോകാം, തിന്മ ചെയ്തവന്റെ നരകത്തിലേക്കും പോകാം. നരകത്തിൽ നമ്മൾ കത്തിയാടുന്ന തീരേക്ക് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇടുകയാണ്. കത്തിയെരിയുകയാ മുഅ്മിനേ. അവിടുന്ന് വല്ലാതെ നമ്മൾ കത്തിയെരിയുമ്പോഴോ നാം അവിടുന്ന് വല്ലാതെ ദാഹിച്ചുകൊണ്ട് റബ്ബിനോട് ചോദിക്കുന്നു, അല്ലാഹുവേ എനിക്ക് വല്ലതും തരണേ അല്ലാ, അല്ലാഹുവേ തരണേ അല്ലാ, അല്ലാഹുവേ എനിക്ക് കുടിക്കാൻ ജലം നൽകണേ അല്ലാ എന്ന് ചോദിക്കുമ്പോഴോ രാജാതിരാജനായ അല്ലാ അവിടുന്ന് നിനക്ക് വെള്ളം നൽകുകയാണ്, കുറച്ച് പാനീയം നിനക്ക് നൽകുകയാണ്. എന്നിട്ടോ ചുട്ടുപൊള്ളുന്ന പാനീയം എടുത്തുകൊണ്ട് തന്റെ വായിലേക്ക് ഒഴിക്കുമ്പോഴുള്ള അവസ്ഥ മനുഷ്യ നിനക്ക് ഞാൻ പറഞ്ഞു തരണോ? എന്താ അവസ്ഥ? നിനക്ക് വെറും ഒരു പാനീയമല്ല നൽകുന്നത്, എന്താ നൽകുന്നത്? വ്യഭിചാരം ചെയ്യുന്ന ആളുകളുടെ ഗുഹ്യസ്ഥാനത്ത് നിന്ന് ഒഴുകി വരുന്ന ചീഞ്ചലമാണ് നിനക്ക് നൽകുന്നത്. ആ ചീഞ്ചലം നിന്റെ വായിലേക്ക് ഒഴിക്കുമ്പോഴോ സുബ്ഹാനല്ലാഹ്, അല്ലാഹ് അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾക്ക് ആ അവസ്ഥ
വരുത്തല്ല റഹ്മാനെ, ഞങ്ങൾക്ക് ആ അവസ്ഥ വരുത്തല്ല റഹ്മാനെ. ചുട്ടുപൊള്ളുന്ന നരകാഗ്നിയിൽ ഞങ്ങളെ വലിച്ചെറിയല്ലേ അല്ലാ, വലിച്ചെറിയല്ല അല്ലാ. ഒരു മഹാനവറുകള് ചെല്ലുകയാണ് വഴിയോരത്ത് കൂടെ. അതാ വൃക്ഷത്തിന്റെ അടിയിൽ നിന്നുകൊണ്ട് പൊന്നുമോൻ കരയുന്നു, വല്ലാതെ നമ്പരപ്പെടുകയാണ്. ആ മഹാനുഭാവൻ ചെന്നോ എന്നിട്ട് ചോദിച്ചോ, മകനെ നീ എന്തിനാ കരയുന്നത്, നീ എന്തിനാ നമ്പരപ്പെടുന്നത്, നീ എന്തിനാ വേവലാതിപ്പെടുന്നത് എന്നാ പൊന്നുമകനോട് ചോദിച്ചപ്പോഴോ എന്ന് ചോദിച്ചപ്പോഴാ പൊന്നുമകന് പറയുന്നു, ആ പൊന്നുമകന് പറയുന്നു, പിന്നെ കരച്ചിലാണ് തങ്ങളെ. മഹാനവറുകൾ ചോദിച്ചോ, ആ മൈതാനത്ത് കളിക്കുന്ന കുട്ടികൾ നിന്നെ കളിക്കാൻ കൂട്ടാഞ്ഞിട്ടാണോ, നിനക്കെന്താ ആവശ്യമോ, കുട്ടികൾ നിന്നെ കളിക്കാതെ നിന്നെ തള്ളി പറഞ്ഞോ, നിന്നോട് എതിര് പ്രവർത്തിച്ചോ, എന്നാൽ എന്താണെങ്കിലും നീ ഒന്ന് പറയടാ എന്ന് പൊന്നുമാനോട് ആ മഹാനുഭാവനോട് എന്ന് ചോദിക്കുമ്പോ ആ പൊന്നുകുട്ടി, ആ പൊന്നുമോൻ പറയുന്നു, തങ്ങളെ തങ്ങളെ തങ്ങൾ ഇന്നലെ വാഴ്ന്നു പറഞ്ഞില്ലേ, എന്താന്നറിയോ, നരകാഗ്നിയില് വിറക് വെക്കുന്നതാണ്, ഓരോ മനുഷ്യനെയോ ഇടുന്നതാണ്. എന്നാൽ ഞാൻ ആ വാഴ്ന്നു കേട്ടുകൊണ്ട് ഞാൻ തിരിച്ചെൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. എൻ്റെ മാതാവ് അടുപ്പിലതാ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തീ കത്തിക്കുകയാണ്. എന്നിട്ടോ തീയെ കത്തിക്കുമ്പോഴോ വലിയ വിറക് കൊള്ളി ആദ്യം വെച്ചോ, വിറക് കൊള്ളി വെച്ചോ, അങ്ങനെ കത്തുകയാണ്. കുറച്ച് കഴിയുമ്പോഴോ കത്തുന്നില്ല. എൻ്റെ പൊന്നാര ഉമ്മ, എൻ്റെ മാതാവ് ചെന്നുകൊണ്ട് ചെറിയ വിറക് കൊള്ളിയതാ എടുത്തിട്ട് അടുപ്പിലേക്ക് വെക്കുകയാണ്. അപ്പൊ ഞാൻ ചിന്തിച്ചു പോയി, തങ്ങളെ നാളെ നരകാഗ്നിയില്, നാളെ നരകത്തില് രാജാതിരാജനായ അല്ലാഹ് റബ്ബ് സുബ്ഹാനഹു തആല വലിയ വലിയ ആളുകളെ കത്തിക്കുമ്പോഴോ ആ കത്തിന് കൂടാൻ വേണ്ടിയിട്ട് ഈ കുഞ്ഞുമോനെയോ അല്ലാഹു കത്തിക്കുമോ, ഈ കുഞ്ഞുമോനെയോ അല്ലാഹു കത്തിക്കുമോ? ആ നരകം നമുക്ക് വേണ്ട മനുഷ്യ, ആ നരകത്തെ നാം ആടി വിളിക്കേണ്ട മനുഷ്യ. ജീവിതത്തിൽ ഒരുപാട് സുട്ടാവെന്ന ചിന്ത വെച്ചുകൊണ്ട്, അല്ലാഹു എന്നുള്ളൊരു ചിന്ത വെച്ചുകൊണ്ട് നമുക്ക് ജീവിക്കണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ഒരുപാട് നന്മ നമ്മൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആ തിന്മയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇനിയുള്ള കാലയളവിൽ നന്മ ചെയ്ത് മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നരകത്തിലെ അവസ്ഥ വല്ലാതെയാണ്. നാം ഓരോരുത്തരും കിടക്കുന്ന അവസ്ഥ നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ. വല്ലാതെ അവസ്ഥ തന്നെയല്ലേ. നമ്മൾ ചെയ്ത തിന്മ, നമ്മൾ ചെയ്ത ദുനിയാവിലെ സുഖങ്ങൾ നമ്മൾ തേടി നടന്നപ്പോഴോ അന്ന് നാം ഖേദിക്കുക, അല്ലാഹുവേ ഞാനന്ന് സുഖം തേടി നടന്നില്ല അല്ലാ, ആഘോഷങ്ങൾ തേടി ഞാൻ നടന്നില്ല അല്ലാ. ഞാൻ ചിന്തിച്ചുകൊണ്ട് ജീവിച്ചു. എനിക്കൊന്നും ഓർമ്മയില്ലായിരുന്നു നരകത്തെക്കുറിച്ചിട്ട്, എനിക്ക് ആ നരകത്തിലെ അവസ്ഥയെ കുറിച്ചിട്ട് ഓർമ്മയില്ലായിരുന്നു. അല്ലാഹുവേ ഞങ്ങളാരെയും നീ കിടത്തല്ല അല്ലാ, നരകത്തിലാക്കല്ല അല്ലാ, നരകത്തിലാക്കല്ല അല്ലാ. ആ നരകത്തിലെ അവസ്ഥ ഇത് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ആ നരകത്തിൽ പോകണ്ട, നമുക്ക് പോകേണ്ടത് അത് സ്വർഗമാണ്. സ്വർഗത്തിലാ നമ്മൾ പോകേണ്ടവര്, സ്വർഗത്തിലാ നമുക്ക് പോകേണ്ടവര്. സ്വർഗീയ സൗകര്യങ്ങളാ നമുക്ക് വേണ്ടത്, സ്വർഗീയ അനുഭൂതിയാ നമുക്ക് വേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ടത്രേ.
ശുദ്ധമാക്കപ്പെട്ട റമദാൻ നമ്മളിലേക്ക് കടന്നു വന്നപ്പോൾ നാം ആ റമദാനിൽ നാം നോമ്പനുഷ്ഠിച്ചാൽ നമുക്കും ഉണ്ടൊരു കവാടം, നോമ്പനുഷ്ഠിച്ചവനുമുണ്ട് കവാടം. അവരെ വിളിച്ചുകൊണ്ട് പറയുന്നു, നിനക്ക് ഇതിലൂടെ പോകാം. നല്ലോ ദുഹാ പതിവാക്കിയവൻ, ദുഹാ നിസ്കാരം ജീവിതത്തിൽ എപ്പോഴും പതിവാക്കിയവന് അവനുമുണ്ട് ഒരു കവാടം. എവിടെ ദുആ നിസ്കരിച്ചവന് അവനും പോകാം. എവിടെ ദുആ നിസ്കരിച്ചവര്, എവിടെ ദുആ നിസ്കരിച്ചവര് ആ കവാടത്തിലൂടെ പോകൂ, ആ കവാടത്തിലൂടെ പോകൂ. ഒരുപാട് 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 അനുഗ്രഹങ്ങൾ, ഒരുപാട് സൗകര്യങ്ങളാണ് സൂറത്ത് സ്വാദിലൂടെ അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മുത്തഖീന ഫീഹാ യദൂഖൂന ഫീഹാ ബിഫാഖിയതൻ കസീറൻ എന്ന് തുടങ്ങിയിട്ട് ആയത്ത് ഇങ്ങനെ ഇവിടുന്ന് ആരംഭിക്കുകയാണ്. അവരതിൽ ചാരിയിരിക്കുന്നവരായിരിക്കുക. അവരവിടെ ധാരാളം പഴങ്ങൾക്കോ പാനീയങ്ങൾക്കും ആവശ്യപ്പെടോ. മറ്റൊരു ഉദാഹരണമായിട്ട് എൻ്റെ മുഅ്മിനെ, നമ്മൾ എപ്പോഴും ചെയ്യുന്ന സൂറത്തല്ലേ, നാം എപ്പോഴും പാരായണം ചെയ്യുന്ന സൂറത്തല്ലേ സൂറത്ത് യാസീൻ. ആ സൂറത്ത് യാസീൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ലഹും ഫീഹാ ഫാഖിയത്തുൻ വലഹും മാ യദ്ദഊൻ, വലഹും മാ യദ്ദഊൻ. അവർക്കവിടെ പഴവർഗ്ഗങ്ങളുണ്ട്, പഴവർഗ്ഗങ്ങളുണ്ട്. പിന്നെയും ഖുർആൻ പല സ്ഥലങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. പഴം മാത്രമല്ല, നീ ആഗ്രഹിക്കുന്നതെന്തോ ഉണ്ട്, നീ ആഗ്രഹിക്കുന്നതെന്താ അതെല്ലാം നിനക്ക് ലഭിക്കുന്നതാണ്, നിനക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് മനുഷ്യ, നിന്റെ ജീവിതത്തിൽ നന്മ ചെയ്യണേ, നീ നന്മ ചെയ്യണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സൂറത്തുൽ വാഖിയയിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. വെറുതെ ഇരിക്കണ്ട, നിനക്ക് സുഖങ്ങൾ എടുക്കാം, നിനക്ക് സൗകര്യത്തോടെ നിനക്ക് ജീവിക്കാം, സുഖങ്ങളോടെ ജീവിക്കാം. എന്തെന്ന് വെച്ചാൽ നിനക്ക് ഹൂറിലീങ്ങളുണ്ട്, നിനക്ക് ഹൂറിലീങ്ങളുണ്ട്. സൂറത്തുൽ വാഖിയ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എന്ന് തുടങ്ങിയിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ചിപ്പികളിൽ ഒളിച്ചു വെക്കപ്പെട്ട മുത്തുകളെ പോലെയുള്ള വിശാലമായ നയനങ്ങളുള്ള വെളുത്ത തരുണിമണികളാണ് എന്ന് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കുടിക്കുന്ന ജലമിൽ ചേർത്തിടും കാഫുറ, കലരാതെ തേരൊലിക്കുന്നതാണൻ ഹറാ. മാത്രമല്ല, സ്വർഗീയ സൗകര്യങ്ങളിൽ എമ്പാടുമുണ്ട്. ആ സ്വർഗീയ സൗകര്യങ്ങളിലാണ് നാം തേടേണ്ടത്, ആ സ്വർഗത്തിനെയാണ് നാം തേടേണ്ടത്, ഫിർദൗസിനെയാണ് നാം തേടേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിലെ അവസ്ഥ ഏതാ, അതിലെ അവസ്ഥ ഏതാ നാം മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് സൗകര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ആ സൗകര്യങ്ങൾ നാം തേടിക്കൊണ്ട്, ആ സൗകര്യങ്ങളിൽ നാം റബ്ബിലേക്ക് മടങ്ങിക്കൊണ്ട് നാം സ്വർഗത്തിലെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നാം മുന്നോട്ട് പോവുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് എന്ത് ആഗ്രഹിക്കുന്നോ അത് ലഭിക്കുന്നതാണ്. നമുക്ക് ഏത് പാനീയം വേണോ അത് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങൾക്ക് വേണം,
ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് വേണം. അതിലൂടെ നാം ജീവിക്കണം. അല്ലാഹു ഇനിയും നന്മകൾ അധികരിപ്പിക്കാനോ ഇനിയും ജീവിതത്തിൽ നന്മ ചെയ്തുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നാഥൻ തൗഫീഖ് നൽകട്ടെ. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് എനിക്ക് അവസാനമായിട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നാം നിറവേറ്റുക, ഒരുപാട് നന്മ നാം ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിൽ നാം നിസ്കാരമോ അതുപോലെ തന്നെ ദിക്റുകളോ നാം നിലനിർത്തുക. എന്നിട്ട് നാം ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. തെറ്റുകളൊക്കെ നാം അവസാനിപ്പിക്കുക. ഇവിടം വെച്ച് ഈ സമയം വെച്ചുകൊണ്ട് നാം അവസാനിപ്പിക്കുക. എന്നിട്ട് നാം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. നാഥനെ നാം ധിക്കരിക്കാതെ സൃഷ്ടാവിനെ നാം ചിന്തിച്ചുകൊണ്ട് രാജാതിരാജനായ തമ്പുരാനെ നാം ചിന്തിച്ചുകൊണ്ട് ജീവിതത്തെ നാം മുന്നോട്ട് കൊണ്ടുപോവുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനിയും നന്മകൾ ചെയ്യാൻ അല്ലാഹു നമ്മെ ബന്ധപ്പെട്ടവർക്കും നമ്മൾ ഉമ്മമാർക്കും ഉപ്പമാർക്കും എല്ലാവർക്കും അല്ലാഹു ആയുസ്സും ആരോഗ്യം ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലാകുമാറാകട്ടെ. നരകത്തിൽ നിന്ന് കാക്കുമാറാകട്ടെ. നരകശിക്ഷയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബർസഖിയായ ജീവിതം അല്ലാഹു വിജയകരമാക്കുമാറാകട്ടെ. അല്ലാഹു വിജയകരമാക്കുമാറാകട്ടെ. റഹ്മാനായ നാഥ, അല്ലാഹുവേ, ഞങ്ങളുടെ നേകമില്ലേ കരിക്കല്ല റഹ്മാനേ, നീ കരിക്കല്ല റഹ്മാനേ. അതുകൊണ്ട് നാം ജീവിതത്തിൽ ഒരുപാട് നന്മകൾ നാം ചെയ്യുക. ഞാൻ ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് ഇന്നും ഇന്നലെയുമായിട്ട് ഒരുപാട് മത പ്രഭാഷണം ഇന്നലെയും ഇന്നുമായിട്ട് ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു. ക്ഷീണമുണ്ട്, രോഗമാണ്. അതുകൊണ്ട് നിങ്ങൾ ഏവരും ദുആ ഇറക്കണം. നിങ്ങളുടെ ദുആയിൽ എന്നെ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ എൻ്റെ കുടുംബക്കാരും എൻ്റെ സഹപാഠികൾ എൻ്റെ ഉസ്താദുമാരെയും ഉസ്താദുമാർക്കും വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യണേ എന്ന വസിയത്തോടു കൂടി, അതുപോലെ തന്നെ ഇവിടെ ലോകത്തുള്ള എമ്പാടും ജനങ്ങൾക്ക് കാണുവാനും ശ്രവിക്കുവാനും ഇവിടെ ഒരുക്കിയ ലൈവ് ഒരുക്കിയ ചെറുപ്പക്കാർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആയുസ്സും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റാഹത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കുടുംബത്തിൽ റാഹത്ത് നൽകുമാറാകട്ടെ. റഹ്മാനായ തമ്പുരാൻ നമ്മളുടെ നാട്ടിൽ അല്ലാഹു ഐശ്വര്യം നൽകുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു.